നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച, 1200-ാം ആണ്ട് മിഥുനമാസം 21-ാം തീയതി ചോദ്യനക്ഷത്രം. രാഹുകാലം 9 മണി മുതൽ 10:30 വരെ ഏകദേശ സമയമാണ് രാഹുകാലം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഓർമ്മ ദിനമാണ്. ബേപ്പൂർ സുൽത്താൻ, കഥകളുടെ രാജകുമാരൻ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒട്ടേറെ കഥകൾ, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായ ദിവസമാണ് ഇന്ന്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണ്. അതേസമയം വാർത്താ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മെഡിക്കൽ കോളേജുകൾ കട്ടപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ ഏറ്റവും ഭീകരമായ ദാരുണമായ ദൃശ്യം, ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുന്നതാണ്. അതിൻ്റെ തുടർ വാർത്തകളുണ്ടാവും, കാരണം തുടർ പ്രതിഷേധമുണ്ടാകും. ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ പ്രതിഷേധ രംഗത്തുണ്ടാകുമെന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നാവട്ടെ അവിടെ ഒരു മിന്നൽ പ്രളയമുണ്ടായതിൻ്റെ വാർത്തകൾ, 13 പേർക്ക് വളരെ പെട്ടെന്ന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ. അങ്ങനെ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ട്. തലക്കെട്ടുകൾ ആദ്യം നോക്കാം. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയം. ഗുദലേബു നദിയിലെ ജലനിരപ്പ് വൻതോതിൽ ഉയർന്നു. 13 പേർ മരിച്ചതായി റിപ്പോർട്ട്. 20 പെൺകുട്ടികളെ കാണാതായെന്നും റിപ്പോർട്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു നിലപാടില്ലെന്ന് BJP. പ്രതിഷേധം കടുപ്പിച്ച് കൂടുതൽ സംഘടനകൾ. വിമർശനം ശക്തമായിരിക്കെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക്. ആരോഗ്യം ക്ഷയിച്ച സംസ്ഥാനത്തെ ആതുരാലയങ്ങൾ. അലംഭാവത്തിനും അനാസ്ഥയ്ക്കും പേരുകേട്ട തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുമില്ല. ഫയർ NOC പോലുമില്ലാതെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. പത്തനംതിട്ട ജില്ലാ ആശുപത്രി കെട്ടിടം പൊട്ടിപ്പിളർന്നു. അപകട ഭീഷണിയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം. സ്കൂൾ പാഠപുസ്തകത്തിലും സർക്കാരിന്റെ രാഷ്ട്രീയ കളി. വിദ്വേഷം കുത്തിനിറച്ച് 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകം. വ്യാപക പ്രതിഷേധത്തിനിടെ അംഗീകാരം നൽകി കരിക്കുലം കമ്മിറ്റി. നിപയിൽ ആശങ്ക തുടരുന്നു. കോഴിക്കോട് കനത്ത ജാഗ്രത. മങ്കട സ്വദേശിനിയുടെ സാമ്പിളുകൾ പുനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. പാലക്കാട്ടെയും മലപ്പുറത്തെയും രോഗികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. വെടിനിർത്തലിനെ അനുകൂലിച്ച് ഹമാസ്. ഖത്തറിനെയും ഈജിപ്തിനെയും നിലപാടറിയിച്ചു. തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ തയ്യാറെന്ന പ്രസ്താവന. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഹൈക്കോടതി ഇന്ന് കാണും. ജഡ്ജിക്കായി പ്രത്യേക പ്രദർശനം. ജസ്റ്റിസിനൊപ്പം കേന്ദ്ര സെൻസർ ബോർഡ് പ്രതിനിധികളും. ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5 ഇന്ന് ഡൽഹിയിൽ. കേരളത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ജനം TV ആദരിക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് ഇന്ന് 31 വർഷം. കലർപ്പില്ലാത്ത ഭാഷയ്ക്കും നാട്യങ്ങളില്ലാത്ത കഥാപാത്രങ്ങൾക്കും ഇന്നും നിത്യയൗവനം. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയം ഇങ്ങനെ വലിയ പ്രതിഷേധം ഉയർത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സകൾക്കായാണ് 10 ദിവസത്തേക്ക് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. ചുമതലകൾ കൈമാറാതെയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, 2 കാര്യങ്ങളാണ്. ഒന്ന്, വലിയ പ്രതിഷേധം ഇവിടെ ഉയരുകയാണ്. ആതുരരംഗത്ത് വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം, അനാസ്ഥയുടെ ഇരയായി ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. ആരോഗ്യമന്ത്രിയുടെ രാജിയല്ലാതെ പിന്നോട്ടില്ല എന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധ രംഗത്ത് ഉയർത്തുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം പോലും എടുക്കാതെ, ഒരു അഭിപ്രായം പോലും പറയാതെ മുഖ്യമന്ത്രി
വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പോകുന്നത് തുടർ ചികിത്സയ്ക്കാണ്. ചികിത്സയ്ക്ക് ഇവിടെ ആരോഗ്യരംഗത്ത് നമ്മൾ അഗ്രഗണ്യരാണ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി അമേരിക്കയിൽ അദ്ദേഹം പോകുന്നത്. വിവരങ്ങൾ എന്താണ് പ്രശാന്ത്? മുഖ്യമന്ത്രി വിദേശത്തേക്ക് തുടർ ചികിത്സയ്ക്കായി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. സാഹചര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പ്രശാന്ത്, വിവരങ്ങൾ എന്താണ്? മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോവുകയാണ് ചികിത്സയ്ക്കായി. നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആരോഗ്യസ്ഥിതി താറുമാറായി കിടക്കുന്നൊരു സാഹചര്യം. കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കം, അതോടൊപ്പം വലിയ രീതിയിൽ BJPയും പ്രതിപക്ഷ പാർട്ടികളും അടക്കം ആരോഗ്യരംഗത്തെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ രൂക്ഷമായ വിമർശനം ഈ ആരോഗ്യരംഗത്തെ നമ്പർ വണ്ണായ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ സൂചിച്ചുകൊണ്ട് വലിയൊരു വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം കേരളം ആരോഗ്യരംഗത്ത് വലിയ രീതിയിൽ മുൻപന്തിയിൽ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റവും കുതിപ്പും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള എഡിറ്റോറിയൽ ഇന്ന് ദേശാഭിമാനി എഴുതിയതും ഉണ്ട്. ഈ സമയത്താണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 10 ദിവസത്തോളം അമേരിക്കയിലുണ്ടാകും. ഇന്ന് രാവിലെ 4:30 എമിറേറ്റ്സ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി തിരിച്ചത്. ദുബായിൽ ആണ് യാത്ര. ദുബായിലെത്തിയ ശേഷം അവിടെ നിന്നായിരിക്കും കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് അമേരിക്കയിലേക്ക് പോവുക. അമേരിക്കയിൽ 10 ദിവസം അദ്ദേഹം ചികിത്സയിലുണ്ടാകും. നേരത്തെ ചികിത്സയിൽ നടത്തിയിരുന്ന മയോ ക്ലിനിക് എന്ന ക്ലിനിക്കിലാണ് ചികിത്സ നടത്തുക. അവിടെ 10 ദിവസത്തിന് ശേഷമായിരിക്കും വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് എത്തുക. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ ആശുപത്രിയിലടക്കം അസൗകര്യങ്ങൾ പെരുകുന്നു. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സംവിധാനമില്ലാത്ത സ്ഥിതിയാകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു. പ്രതിപക്ഷമടക്കം BJPയും പ്രതിപക്ഷ പാർട്ടികൾ, മറ്റ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധവും പരിഹാസവും അടക്കം നടത്തിയിരുന്നു. കാരണം ഇത്രയും നമ്പർ 1 കേരളത്തിൽ, ആരോഗ്യരംഗത്ത് ഇത്രയും നമ്പർ 1 കൈവരിച്ചിരിക്കുന്ന കേരളത്തിൽ ചികിത്സ നടത്താതെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സ തേടി പോകുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ട്രോളുകളും പരിഹാസങ്ങളുമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും 10 ദിവസത്തോളം മുഖ്യമന്ത്രി അമേരിക്കയിൽ ഉണ്ടാകും. ആ ചികിത്സയ്ക്ക് അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് തിരിച്ചെത്തുക. വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. വീണ. ശരി പ്രശാന്ത്. നിപ ബാധയിൽ കോഴിക്കോട് കനത്ത ജാഗ്രതാ നിർദ്ദേശം. മലപ്പുറത്തെ മങ്കട സ്വദേശിയായ പെൺകുട്ടിയുടെ സാമ്പിളുകൾ അന്തിമ സ്ഥിരീകരണത്തിനായി പുനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. വെള്ളിയാഴ്ചയോടെ ഫലങ്ങൾ വരും. അതേസമയം പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ നിപ രോഗികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. പോലീസിന്റെ സഹായത്തോടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ശേഖരിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ എന്താണ്? വീണ, ഈ വടക്കൻ ജില്ലകളായിട്ടുള്ള കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഈ 3 ജില്ലകളിലുമാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 345 പേരാണ് പ്രാഥമികമായ ഈ സമ്പർക്ക പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിലുള്ളത്. മാത്രമല്ല, ഇതിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ സമ്പർക്ക പട്ടികയിലുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി പോലീസിന്റെ കൂടി സഹായം ഈ ആരോഗ്യവകുപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായി ഈ ഓരോ രോഗിയും സഞ്ചരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഉടൻ തന്നെ തയ്യാറാക്കും. മാത്രമല്ല, കോഴിക്കോടും പാലക്കാടും മലപ്പുറം ഈ 3 ജില്ലകളിലുമായി തന്നെ ഈ 26 കമ്മിറ്റികൾ വീതം 3 ജില്ലകളിലും രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കോഴിക്കോട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മലപ്പുറം മങ്കട സ്വദേശിയായിട്ടുള്ള 18 വയസ്സുകാരി കോഴിക്കോട്ടെ കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അതിനുശേഷം മസ്തിഷ്ക മരണം സംഭവിക്കുകയും
നടക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ സമയം ഈ ഡോക്ടർമാർക്ക് തോന്നിയ ഒരു സംശയം, അതായത് നിപ്പയാണോ എന്ന് ഡോക്ടർമാർക്ക് ഒരു സംശയം തോന്നിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വൈറോളജി ലാബിൽ ഈ പെൺകുട്ടിയുടെ സാമ്പിളുകൾ അയക്കുകയും പിന്നീട് അതിനുശേഷം ഈ സാമ്പിളിന്റെ പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നത്. എന്നാലും ഈ മലപ്പുറം മങ്കടം സ്വദേശിയായിട്ടുള്ള ഈ 18 വയസ്സുകാരിയുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ഫലം ഈ വെള്ളിയാഴ്ചയോടെ തന്നെ വരും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ യുവതി സഞ്ചരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ആദ്യം ഈ കോട്ടക്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സഞ്ചരിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തൊക്കെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് പ്രാഥമികമായ ഈ സമ്പർക്ക പട്ടികയിലുള്ള. ഈ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ തന്നെ ഈ ക്വാറന്റൈനിലാണ്. കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുക ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലയിൽ അടക്കമുള്ള ആശുപത്രികളിൽ കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു നിപ ഇനി മറ്റാർക്കെങ്കിലും ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ ആശുപത്രിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു നിർദ്ദേശവും കൂടി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ യുവതി ഈ കോട്ടക്കലിൽ സഞ്ചരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഈ യുവതിക്കൊപ്പം ഈ യുവതിയുടെ വീട്ടുകാർ അതവരൊക്കെ തന്നെ പ്രാഥമികമായ പട്ടികയിലുണ്ട്. മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടെ ഉടൻ തന്നെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പുറത്തുവിടും എന്നാണ്. എന്തായാലും ഈ 3 ജില്ലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ തന്നെ വവ്വാലുകളോ മറ്റെന്തെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ പടക്കം പൊട്ടിച്ചോ മറ്റോ ഒന്നും തന്നെ ഇവരെ ആ ഭാഗത്ത് നിന്ന് തുരത്താൻ പാടില്ല എന്നതാണ്. ആ സമയത്ത് ഇത്തരത്തിൽ നിപ്പ ഏതെങ്കിലും തരത്തിൽ ഈ വവ്വാലുകൾക്കുണ്ടെങ്കിൽ അതിന്റെ ഉമിനീർ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരോ അല്ലെങ്കിൽ ജനങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്നുണ്ട്. വീണ. ഓക്കെ, ശരി അനഘ. കോട്ടയത്തേതുപോലെ കണ്ണൂർ പയ്യന്നൂരിലും ആശങ്കയായി ആശുപത്രി കെട്ടിടം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ പഴയ കെട്ടിടമാണ് ആശുപത്രിയിൽ എത്തുന്നവർക്കും നാട്ടുകാർക്കും ഭീഷണിയായി നിൽക്കുന്നത്. കെട്ടിടം ഉപയോഗിക്കുന്നില്ലെങ്കിലും പൊളിച്ചു മാറ്റാൻ ഇതുവരെ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ മെയ് 20-ന് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴുന്ന ദൃശ്യമാണിത്. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അപകടമുണ്ടാക്കുമെന്നും ജനങ്ങൾ പറയുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. ഇത് നടന്ന് 2 മാസം പിന്നിട്ടെങ്കിലും ഇതുവരെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നിലവിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഈ കെട്ടിടത്തിൽ നടക്കുന്നില്ലെങ്കിലും പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ മറ്റൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നാണ് ഉയരുന്ന വിമർശനം. ഈ ബിൽഡിങ്ങിന് തൊട്ട് അടുത്ത് തന്നെ റോഡ് നിലവിലുണ്ട്. ആ റോഡിലേക്കുള്ള 100 കണക്കിന് വാഹനങ്ങൾ യഥാസമയം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു പ്രയാസം പയ്യന്നൂരും അനുഭവിക്കാതിരിക്കണമെങ്കിൽ അധികാരികളുടെ കണ്ണു തുറക്കേണ്ടത് അനിവാര്യമാണ്. ആംബുലൻസുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഈ പഴയ കെട്ടിടത്തോട് ചേർന്നാണ്. രോഗികളും കൂടെ എത്തുന്നവരും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഇതുവഴി തന്നെ. ഈ പഴയ കെട്ടിടം പൊളിച്ചു കളയാതെ മറ്റൊരു ദുരന്തത്തിനായി അധികൃതർ കാത്തിരിക്കുകയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം. ജനം, കണ്ണൂർ. ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല ആശുപത്രികളിലും നമ്മൾ കാണുന്നു. പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കാണുമ്പോഴാണ് കൂടുതൽ ആശങ്കയാകുന്നത്. കാരണം രോഗികൾ ഏറ്റവും ഒടുവിൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെ എങ്ങോട്ട് പോകുമെന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കും ഉയരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടു പാലക്കാട് മെഡിക്കൽ കോളേജ്. പക്ഷേ ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയാവുന്നിടത്തോളം മതിയായ സൗകര്യങ്ങൾ ഈ ആശുപത്രിക്കില്ല. ചെറിയ അപകടങ്ങൾക്കും രോഗങ്ങൾക്കും പോലും തൃശ്ശൂരിനെയോ കോയമ്പത്തൂരിനെയോ ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ജില്ലയിലെ ജനങ്ങൾ. ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തതാണ് രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമൊക്കെ വെല്ലുവിളിയാകുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഫറൽ ആശുപത്രിയായി രോഗികളുടെ അവസാനത്തെ ആശ്രയമായി മാറേണ്ട ആശുപത്രിയിൽ ആധുനിക ഉപകരണങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടം മാത്രം കെട്ടിയിട്ടത് കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് ആകുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. മാത്രമല്ല, ഒരു വലിയ പ്രതീക്ഷയോടെ ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ഓടിയെത്തുമ്പോൾ ഇവിടെ ഇതിന് സാധ്യമല്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോവുക, മറ്റൊരു സംസ്ഥാനത്തെ തന്നെ ആശ്രയിക്കുക എന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കുന്നത്. അതിൽ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം പോലും നമുക്കറിയാവുന്നതാണ്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾ ആംബുലൻസിൽ വരുന്ന രോഗികളെ പോലും മണിക്കൂറുകൾ ആംബുലൻസിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. അവരെ മെഡിക്കൽ കോളേജിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പോലും തയ്യാറാവുകയോ അല്ലെങ്കിൽ ഡോക്ടർമാർ പുറത്തു വന്ന് പരിശോധിക്കുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യം ഉണ്ട്.
അപ്പോൾ എവിടെ ആശ്രയിക്കും, ആരെ ആശ്രയിക്കും എന്ന ചോദ്യം ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു സിനിമാ വിവാദം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ സിനിമയിൽ ഇന്ന് അതിൻ്റെ ഒരു പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അത് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. ഹൈക്കോടതി ഇന്ന് ഈ സിനിമ കാണുന്നുണ്ട്. രാവിലെ 10 മണിക്ക് കൊച്ചി പാലാരിവട്ടത്തിൽ ലാൽ മീഡിയയിലെ സ്റ്റുഡിയോയിലാണ് പ്രത്യേക പ്രദർശനം. ജസ്റ്റിസ് എൻ നഗരേഷിനൊപ്പം ഹർജിക്കാരായ നിർമ്മാണ കമ്പനിയുടെയും കേന്ദ്ര സെൻസർ ബോർഡിൻ്റെയും പ്രതിനിധികളും ഉണ്ടാകും. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. അരുൺ, ഇന്ന് പ്രത്യേക പ്രദർശനമാണ് ഹൈക്കോടതിക്ക് വേണ്ടി, വിവരങ്ങൾ എന്താണ്? രാവിലെ 10 മണിയോടെയാണ് ജസ്റ്റിസ് നഗരേഷ് ഈ സിനിമ കാണുക. നമുക്കറിയാം തുടക്കത്തിൽ തന്നെ പേരിനെ ചൊല്ലി, ജാനകി എന്ന പേരിനെ ചൊല്ലി വലിയ ഒരു വിവാദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് ഹൈക്കോടതിയിലേക്ക് നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സിനിമ നേരിട്ട് കാണുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് 10 മണിക്ക് പാലാരിവട്ടത്ത് വെച്ച് ജസ്റ്റിസ് നഗരേഷ് ഈ സിനിമ കാണുക. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഹർജിക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ പേര് മാറ്റാൻ നിലവിൽ സാഹചര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ജാനകി എന്ന പേരിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ പേരിടുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചു കൊണ്ടുവരുന്നു ഈ ഏറ്റവും ഒടുവിൽ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ കേസ് പരിഗണിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് രംഗത്ത് എത്തുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ഈ മാസം പകുതിയോടെ തന്നെ ഈ സിനിമയുടെ പ്രദർശനത്തിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങളൊക്കെ ആയിരുന്നു പൂർത്തീകരിച്ചിരുന്നത്. കഴിഞ്ഞ മാസം ആയിരുന്നു ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു, നിയമ നടപടിയുടെ ഭാഗമായി തന്നെ വന്നിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് 10 മണിക്കാണ് ജസ്റ്റിസ് നഗരേഷ് സിനിമ കാണുക. ഇതിനുശേഷം വീണ്ടും കോടതി കേസ് പരിഗണിക്കും. വീണ. യെസ്, ശരി അരുൺ. അല്പം മുമ്പ് മറ്റൊരു വാർത്തയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു, പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ വിഷയത്തെക്കുറിച്ച്. ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിട്ടും മതിയായ സൗകര്യങ്ങളില്ലാത്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് അരുൺ ആലത്തൂർ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ചെറിയ രോഗങ്ങൾക്ക് പോലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയോ കോയമ്പത്തൂരിനെയോ ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാലക്കാട്ടുകാരും സമീപ പ്രദേശങ്ങളിലുള്ളവരും സമീപ ജില്ലകളിലുള്ളവരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 10 വർഷം കഴിഞ്ഞിട്ടും മികച്ച ഉപകരണങ്ങളോ മതിയായ സൗകര്യങ്ങളോ ഇല്ലാതെ പോകുന്നത്? തന്നെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു ഏറെ കുത്തിഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തറക്കല്ലിടലും മറ്റും നടത്തി. പിന്നീട് സർക്കാർ മാറി, ഇടതുപക്ഷ സർക്കാർ വന്നു. അപ്പോഴും ഈ രണ്ട് മുന്നണികളും, ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ UDF ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു വലിയ നേട്ടം എന്ന തരത്തിൽ വലിയ ഫ്ലക്സും ബോർഡുകളും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനവും മറ്റുമൊക്കെ നടത്തിയത്. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷമായി, എന്നിട്ടും അവിടെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് പട്ടികജാതി വകുപ്പിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. ആ മെഡിക്കൽ കോളേജിലാണ് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകുന്നതിന് നല്ലൊരു പാത പോലും ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ട്. മാത്രമല്ല ഈ ഭാഗത്ത് മേജർ ശസ്ത്രക്രിയകളോ മറ്റോ നടത്തുന്നതിനുള്ള സംവിധാനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ENT വിഭാഗത്തിൽ മാത്രമാണ് ഒരു ശസ്ത്രക്രിയ അടുത്തിടെ നടന്നത്. അതല്ലാതെ മറ്റ് വിഭാഗങ്ങളിലൊന്നും മേജർ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്നതാണ്. ഓപ്പറേഷൻ കോംപ്ലക്സ് ഇല്ല. അതുപോലെ തന്നെ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെയൊക്കെ താൽക്കാലികമായിട്ടാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവനക്കാരെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മടിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് പുറമെ അത്യാഹിത വിഭാഗം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഒരു മോർച്ചറി പോലും ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും ഒക്കെ
അധികൃതർക്ക് നിരന്തരം ജനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് അതിനോടൊരു താല്പര്യമില്ലായ്മയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആശുപത്രി ഇല്ല എന്നുള്ളത് അവരെ വലിയ രീതിയിൽ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു മാസത്തിനിടെ ഏകദേശം 200-ലേറെ അപകടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അപകടങ്ങളൊക്കെ കൂടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. എന്നിട്ടും ഈ അപകടത്തിലും മറ്റുമൊക്കെ പരിക്കേറ്റ ആളുകളെ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്നും ഒന്നുകിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യുകയാണ്. പലരും അത്രയും ദൂരം പോകുന്നതിന് മടിച്ച് പിന്നെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരിലേക്കും നഗരത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പേരിന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് പൊതുവിലെ ഉള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ OP-കൾ വിവിധ സെഷനുകളിലായിട്ടുള്ള OP-കൾ പ്രവർത്തിക്കുന്നുണ്ട്. OP-യുടെ പ്രവർത്തനം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. OP-യുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലുപരി ഒരു മെഡിക്കൽ കോളേജ് നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ വെറും OP മാത്രമല്ല അവിടെ വേണ്ടത്, അവിടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വേണ്ടതാണ്. ഒരു CT സ്കാൻ മെഷീൻ പോലും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അങ്ങനെ അത്യാധുനിക ഉപകരണങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഇതിൻ്റെ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. പലയിടത്തും ഇപ്പോഴും കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 10 വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥയ്ക്കെതിരെ അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻറ്റുകൾ തന്നെ വലിയ സമരവുമായിട്ട് മറ്റുമൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും ആ പ്രശ്നത്തിലൊന്നും ഒരു പരിഹാരവുമായിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ തുടരുന്ന സമയത്ത് അതിലേറ്റവും പിന്നോട്ട് നിൽക്കുന്ന ജില്ലയായി പാലക്കാട് ജില്ല മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ജനങ്ങൾക്ക് ഉള്ള മെഡിക്കൽ കോളേജ് യാതൊരു ഉപകാരവുമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. 10 വർഷമായിട്ടും ആ മെഡിക്കൽ കോളേജ് കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ജനങ്ങൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും മറ്റ് ജില്ലകളെ ഒന്നില്ലെങ്കിൽ കോയമ്പത്തൂരിനെ അല്ലെങ്കിൽ തൃശ്ശൂരിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ്. ഓക്കെ, ശരി അരുൺ. ലാളിത്യത്തിന്റെ ആൾരൂപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പ്രമുഖ ഇന്ത്യൻ വ്യവസായി ML മിത്തൽ. 25 വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിച്ച ഓർമ്മകൾ പങ്കുവച്ചാണ് മിത്തലിന്റെ വാക്കുകൾ. മിത്തലിന്റെ വീട്ടിലായിരുന്നു അന്ന് അദ്ദേഹം താമസിച്ചത്. BJP ദേശീയ നേതാവെന്ന നിലയിലായിരുന്നു 1/4 നൂറ്റാണ്ട് മുൻപ് നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയത്. ഈ അനുഭവം ഓർത്തെടുത്താണ് പ്രധാനമന്ത്രിയുടെ ലാളിത്യത്തെക്കുറിച്ച് ML മിത്താൽ വാചാലനായത്. तो उन्होंने कहा कि वर्ल्ड के कई कंट्रियों में हमारी ब्रांचेज है और शाखाएं हैं जहां पर हम कंट्रियों में गरीबी हटाने के प्रोग्राम में काम करते हैं और वो इंटरनेशनल मैं देख रहा हूँ इस समय, तो मैं विजिट करता रहता हूँ. तो पहले इन कंट्रियों को विजिट किया जाए कुछ को और काम को आगे सब सोचा जाए क्या करना चाहिए क्या नहीं. अभी बड़ा जल्दी मैं बहुत इम्प्रेस हुआ उनकी जानकारी और नॉलेज जो उस समय ही वाज यंग मैन. उन्होंने कहा कि आप मेरी क्या मदद कर सकते हैं. മറ്റു കാര്യകർത്താക്കൾക്കൊപ്പം എത്തിയ മോദി AC മുറികൾ ഒഴിവാക്കിയാണ് താമസിച്ചതെന്ന് മിത്താൽ ഓർക്കുന്നു. ഇസ്തിരി ഇടാൻ ഉപയോഗിക്കുന്ന മുറിയാണ് കിടക്കാനായി തിരഞ്ഞെടുത്തത്. പുലർച്ചെ 5 മണിക്ക് ഉണരും. സ്റ്റാഫുകൾ എത്തുന്നതിനു മുൻപേ പ്രഭാത ഭക്ഷണം തയ്യാറാക്കും. പ്രധാനമന്ത്രിയുടെ അച്ചടക്കവും കൃത്യനിഷ്ഠതയും അന്നേ മാതൃകയാണെന്നും മിത്താൽ പറയുന്നു. तो पता लगा कि इन्होंने अपना लाइफ दिया RSS के लिए. ऐसा संत और महात्मा भी ऐसा नहीं करता. और खाना पीना 2 रोज उपवास करना, हफ्ते में 1-2 रोज फल फूल खाना, जमीन पर सोना और न एयर कंडीशनिंग न फैन न टॉयलेट अटैच. तो हमारे साथ जाते वाले मैं होटल में नहीं ठहरूंगा. मैं तो हमारे जो फॉलोअर्स है उनके पास ठहरूंगा और सुबह यहाँ आ जाऊंगा और शाम को दोपहर का लंच खाऊंगा और रात में फिर जाकर के जो मैं भोजन खाता हूँ वो करवाएंगे. वो जानते हैं. പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത പല അവസരങ്ങളിലും അദ്ദേഹം ഒരിക്കൽ പോലും AC മുറികൾ ഉപയോഗിച്ചിരുന്നില്ല. അപൂർവമായേ ഹോട്ടലുകളിൽ തങ്ങാറുള്ളൂ. കൂടുതൽ സമയവും സ്വയംസേവകർക്കൊപ്പമോ പ്രവർത്തകർക്കൊപ്പമോ കഴിയാറാണ് പതിവ്. ലളിതമായ ആഹാര രീതിയാണ് പിന്തുടരുന്നത്. വിദേശ യാത്രകളിൽ അലവൻസായി ലഭിക്കുന്ന പണത്തിന്റെ ഭൂരിപക്ഷവും പൊതുപ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മിത്താൽ പറഞ്ഞു. മോദി BJP ദേശീയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് താൻ ഡൽഹി സന്ദർശിച്ചിരുന്നു. പരിമിതമായ സൗകര്യങ്ങളുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം താമസിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും മിത്താൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജനം.
അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 13 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഗ്വദലേപ്പു നദിയിലെ ജലനിരപ്പ് വൻതോതിൽ ഉയർന്നതിനെ തുടർന്നാണ് ദുരന്തം. 45 മിനിറ്റിനുള്ളിൽ നദിയിലെ ജലനിരപ്പ് 26 അടിയിലേറെ ഉയർന്നു. പരിസരത്തെ അവധിക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന 20 പെൺകുട്ടികളെ കാണാതായി എന്നും ടെക്സസ് ഗവർണർ ഡാൻ പാട്രിക് അറിയിച്ചു. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഈ ടെക്സസിൽ എങ്ങനെയാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാകാനിടയായത്? പിന്നെ തീർച്ചയായും കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു എമർജൻസി സാഹചര്യമുണ്ട് എന്നൊരു അറിയിപ്പും നേരത്തെ തന്നെ വന്നിരുന്നു. ഈ അറിയിപ്പിന് പിന്നാലെയാണ് ശക്തമായ ഒരു മഴ ഈ മേഖലകളിൽ ഉണ്ടാവുകയും ഈ നദിയിലെ വെള്ളം വൻതോതിൽ ഉയരുകയും ചെയ്തത്. ഏതാണ്ട് 2 നില കെട്ടിടത്തെക്കാളും ഉയരത്തിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ തോതിലുള്ള ഒരു പ്രളയത്തിലേക്ക് തന്നെ നീങ്ങുകയും പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വൻതോതിലുള്ള ഒരു പ്രളയമാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം തന്നെ ഒഴുകിപ്പോവുകയും കെട്ടിടങ്ങൾക്ക് നാശമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നദിയുടെ ഗതി തന്നെ മാറിയ ഒരു സാഹചര്യം പലയിടങ്ങളിലും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 13 പേർ മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 20ഓളം പെൺകുട്ടികളെ സമ്മർ ക്യാമ്പിലുണ്ടായിരുന്ന 20ഓളം പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 700ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 20 പേരെയാണ് കാണാതായിട്ടുള്ളത് എന്നാണ് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും കൃത്യമായി നടന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിലുണ്ടായ ഈ പ്രളയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തര സ്വഭാവത്തോടെ അവിടെയുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുന്നു എന്നാണ് ഡാൻ പാട്രിക് അറിയിക്കുന്നത്, ടെക്സസ് ഗവർണർ അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല മഴയ്ക്ക് അല്പം ശാന്തത ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വൻ പ്രളയം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എങ്കിൽ കൂടി വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത പൂർണ്ണമായും നടപ്പായിട്ടില്ല എന്ന വിവരങ്ങളും ചില അനൌദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. നിലവിലെ സൂചനകൾ അനുസരിച്ച് വൻതോതിലുള്ള പ്രളയത്തിൽ 13 പേർ മരിച്ചു എന്നാണ് അന്തിമമായി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നിലവിൽ ചില കൂടുതൽ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതായി അറിയിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ ഈ പ്രളയം ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു പ്രളയത്തെ ഇപ്പോൾ കുറേയൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ സാധ്യമാകുന്ന രീതിയിൽ താഴ്ന്നിട്ടുണ്ട് വെള്ളം എന്ന് പലയിടങ്ങളിലും. അതുപോലെ തന്നെ ശക്തമായ ഒഴുക്കൊഴുക്ക് മാറിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടി നദിയിലെ ജലനിരപ്പ് ഉയർന്നത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ, അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് അനുകൂലമായി ഹമാസ് പ്രതികരിച്ചു എന്ന വാർത്തയാണല്ലോ. തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ തയ്യാറെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചതായും ഹമാസ് വ്യക്തമാക്കി. 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇസ്രായേൽ നേരത്തെ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചിരുന്നു. സമാധാന ചർച്ചകൾ തുടരുന്ന വേളയിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പ്രതികരിച്ചിട്ടുമില്ല. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും വീണ, 60 ദിവസത്തെ വെടിനിർത്തലാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും തൊട്ടടുത്ത ദിവസം തന്നെ അത് ഇസ്രായേൽ അംഗീകരിക്കുകയും ഹമാസിന്റെ പരിഗണനയ്ക്ക് അത് വിട്ടിരിക്കുന്നു എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത് വിശകലനം ചെയ്യുകയാണ് എന്നൊരു സ്ഥിരീകരണം ഇന്നലെ ലഭിക്കുകയും ഇന്ന് പുലർച്ചെയോടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ഈജിപ്തിനെയും അതുപോലെ തന്നെ മറ്റൊരു മധ്യസ്ഥ രാജ്യമായ ഖത്തറിനെയും തങ്ങൾ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് എന്ന ഒരു കണ്ടീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതോടെ ആക്രമണം കുറയ്ക്കണം, തങ്ങൾക്കെതിരെയായുള്ള ആക്രമണം കുറയ്ക്കണം, അല്ലെങ്കിൽ അത് നിർത്തിവെക്കണം എന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിക്കുകയും അത് അമേരിക്ക ഉറപ്പുവരുത്തുകയും വേണമെന്നൊരാവശ്യവും ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലാണ് മറുപടി ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹമാസ് പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വെടിനിർത്തൽ പൂർണ്ണമായും സാധ്യമാക്കുക എന്നാണ്. പക്ഷേ അത്തരത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്ന് വീണ്ടും ഹമാസിനെ ശാക്തീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുൻകരുതൽ കൂടി അവിടെ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്ന വേളയിൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആയുധ സംഭരണമോ അല്ലെങ്കിലുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളോ ഹമാസ് നടത്തുകയാണെങ്കിൽ
അതിന് മറ്റ് ഭീകര സ്വഭാവമുള്ള പ്രോക്സി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹൂതി വിമതരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുകയാണെങ്കിൽ വൻതോതിൽ ഒരു പ്രത്യാക്രമണ ശേഷി നേടിയെടുക്കാൻ സാധിക്കും ഹമാസിനെ എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ പ്രഖ്യാപിക്കാത്തത്. എന്നാൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും, അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസിന് നൽകിയിട്ടുള്ളത്. ഈ പ്രത്യേക നിർദ്ദേശം നിലനിൽക്കുന്നിടത്തോളം സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് ഹമാസ് തയ്യാറാകില്ല. മാത്രമല്ല ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും തകർത്ത ഒരവസ്ഥയിലാണ് ഇസ്രയേലും അമേരിക്കയും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഇറാന്റെ ആണവശേഷിയെല്ലാം ഇസ്രയേൽ തകർത്തും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വലിയ വിലപേശലിനുള്ള സാധ്യതയില്ല എന്ന തിരിച്ചറിവ് ഹമാസിനുണ്ട്. സ്വാഭാവികമായും മറ്റ് ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കുമുണ്ട്. ഇറാന്റെ പിന്തുണയുടെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ വെടിനിർത്തൽ അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എങ്കിൽ കൂടി തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് ഉറപ്പ് ലഭിക്കണം. അത് അമേരിക്ക തന്നെ ഉറപ്പ് നൽകുകയും വേണമെന്നൊരാവശ്യവും ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ വൈകാതെ തീരുമാനങ്ങളിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ശരി ഐസൻ, നമുക്കിനിയൊരു പ്രത്യേക വിഭവം പരിചയപ്പെടാം. കൊളംബിയയിലെ ട്രെൻഡിംഗ് വിഭവമാണ് ലെച്ചോൺ. ടേസ്റ്റ് അറ്റ്ലസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച 100 ഭക്ഷണ വിഭവങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയ ഐറ്റം. കണ്ടാലൊന്ന് പേടിക്കും, പക്ഷേ എന്നാലും ഭക്ഷണപ്രേമികളുടെ ഇടയിലെ പ്രധാന ചർച്ചയായി കഴിഞ്ഞു ഇപ്പോൾ ഈ വിഭവം. ഈ ദൃശ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പന്നിയെ ചുട്ടെടുക്കുന്നതായി തോന്നിയേക്കാം. എന്നാൽ കൊളംബിയയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് 4.78 റേറ്റിംഗ് ലഭിച്ച ലെച്ചോൺ എന്നറിയപ്പെടുന്ന ഈ വിഭവം. വിവാഹം പോലുള്ള ചടങ്ങുകൾക്കും ആഘോഷങ്ങളിലും കൊളംബിയക്കാർക്ക് മസ്റ്റാണ് ലെച്ചോൺ. തങ്ങളുടെ പാചക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന വിഭവമാണിതെന്നാണ് കൊളംബിയക്കാർ പറയുന്നത്. അരിയും പയറും സുഗന്ധവ്യഞ്ജനങ്ങളും നിറച്ച് പന്നിക്കുട്ടിയെ മൊത്തത്തിൽ ചുട്ടെടുക്കുന്നതാണ് ലെച്ചോൺ. മണിക്കൂറുകളോളം എടുത്താണ് ഈ വിഭവം പാകം ചെയ്യുന്നത്. ലെച്ചോണിന്റെ രൂപം തന്നെയാണ് പ്രധാന ആകർഷണം. 100 ഗ്രാം ലെച്ചോണിൽ 297 കലോറി, 25.7% പ്രോട്ടീൻ, 20.8 ഗ്രാം കൊഴുപ്പ് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ഉയർന്ന കലോറിയും കൊഴുപ്പും പ്രോട്ടീനും ലെച്ചോണിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം. ഇന്ത്യയിൽ നിന്ന് 4 വിഭവങ്ങളാണ് ഇത്തവണ ടേസ്റ്റ് അറ്റ്ലസ് പട്ടികയിൽ ഇടം നേടിയത്. ബട്ടർ ചിക്കൻ എന്നറിയപ്പെടുന്ന മുർക്ക് മഗ്നി 29-ാം സ്ഥാനവും ഹൈദരാബാദി ബിരിയാണി 31-ാം സ്ഥാനവും നേടി. 4.75 റേറ്റിംഗോടെ ഇറ്റലിയുടെ പിസ്സ നപ്പോലറ്റയാണ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. ബ്രസീലിന്റെ പിക്കാനയാണ് 3-ാം സ്ഥാനത്ത്. മികച്ച ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ മുംബൈ 5-ാം സ്ഥാനത്തുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ചെന്നൈയും പട്ടികയിൽ ഇടം നേടി. ഇഡ്ലിയും ദോശയും ഫിൽട്ടർ കോഫിയും കിട്ടുന്ന ചെന്നൈ 75-ാം സ്ഥാനത്താണ്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുഖ്യ ക്യാമ്പസിൽ അച്ചടക്കം പരിപാലിക്കാനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി. ആരൊക്കെ എതിർത്താലും അത് കർശനമായി നടപ്പിലാക്കും. ക്യാമ്പസിലെ അനിഷ്ടകരമായ എല്ലാ ദുഷ്പ്രവണതകളും അവസാനിപ്പിക്കുമെന്നും SFI സമരത്തിന് താക്കീതായി VC വ്യക്തമാക്കി. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, വിവരങ്ങൾ എന്താണ്? വീണ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് കാലടി VC ഇപ്പോൾ ചെയ്യുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു സമരമാണ് SFI ഇവിടെ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാമ്പസിൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് SFI മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് 9:30-ക്ക് ശേഷം ഹോസ്റ്റലിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി അത്ര അരക്ഷിതാവസ്ഥയിലായിരുന്നു ക്യാമ്പസ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ലഹരി മാഫിയയും പിടിമുറുക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ വരുന്നു. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ചേർന്ന് ഇത്തരമൊരു പുതിയ നിർദ്ദേശങ്ങൾ വെക്കുകയും ഇത് നടപ്പാക്കുകയും ചെയ്തത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം SFI മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി സർവകലാശാല എടുത്തു പറയുന്നത് എത്ര തന്നെ സമ്മർദ്ദമുണ്ടാക്കിയാലും എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നാണ്
സർവകലാശാല വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമ്പസിൽ അച്ചടക്കം ഉറപ്പാക്കും, സുരക്ഷ ഉറപ്പാക്കും, ഇതിന് വേണ്ട എല്ലാ നടപടികളും തീരുമാനിക്കും, സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ അത് നടപ്പാക്കാനുള്ളത് തന്നെയാണ്, അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കൃത്യമായ താക്കീതാണ് നിലവിൽ കാലടി യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമരം നടത്തിയ 32 വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 24 വിദ്യാർത്ഥികൾക്കെതിരെ പരാതിയും കാരണം കാണിക്കൽ നോട്ടീസ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അച്ചടക്ക നടപടിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കവും സർവകലാശാലയുടെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതേ രീതിയിൽ തന്നെ നേരിടാനുള്ള ഒരു തീരുമാനം തന്നെയാണ് കാലടി സർവകലാശാലയും എടുത്തിരിക്കുന്നത്. കേരളത്തിലെ വ്യാവസായിക വാണിജ്യ മേഖലയിലും ആതുര ശുശ്രൂഷ രംഗത്തും മാധ്യമ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ജനം TV ആദരിക്കുന്നു. ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5 ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്യും. രാജ്യതലസ്ഥാനത്തെ സൻസദ് മാർഗിലെ NDMC ഹാളിൽ വൈകിട്ട് 5:30 പരിപാടി. നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ജനം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത് വ്യക്തികളെ, വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുന്ന ദിവസമാണ്. സീസൺ 5 ഇന്ന് നടക്കാനിരിക്കുന്ന വിവരങ്ങൾ. വീണ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ സൂചിപ്പിച്ച പോലെ തന്നെ ജനം കുടുംബത്തിന് വലിയൊരു ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് ഇത് 5ാം വർഷമാണ് നമ്മൾ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നൽകുന്നത്. കേരളത്തിൽ നിന്നുമുള്ള വ്യവസായ പ്രമുഖരും അതേപോലെ തന്നെ മാധ്യമരംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ച വ്യക്തികളും ഒപ്പം തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് അവർ കൃത്യമായി തന്നെ സേവനം നൽകി വരുന്നവരുമായിട്ടുള്ള വ്യക്തികളെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സീസൺ 5 നമ്മൾ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നൽകുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹമാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുക. വൈകുന്നേരം 5 മണിക്ക് രാജ്യ തലസ്ഥാനത്തെ NDMC ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. NDMC ഹാൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഗോപു നന്ദലേത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദലേത്ത് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഒപ്പം തന്നെ IBS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്ദീപ് മേനോൻ, വിസ്മേര ഗ്രൂപ്പ് സഹസ്ഥാപകൻ ദിനേശ് കാമ്പ്രത്ത്, അതേപോലെ തന്നെ സബിൻസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ അഞ്ജു മജീദ്, SP ഫോർട്ട് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അശോകൻ, ഒപ്പം തന്നെ മൈത്ര ഹോസ്പിറ്റൽ CEO നിഹാദ് G മുഹമ്മദ്, മീഡിയ എക്സ്പ്രഷൻ ചെയർമാൻ സിബി ജോസഫ് ചാവറ, പോൾമാൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ പോൾ എന്നിവരാണ് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായിട്ടുള്ളത്. ഈ 8 വ്യക്തിത്വങ്ങൾ അവർ കൃത്യമായി കേരളത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ്. മാത്രമല്ല സേവന രംഗത്ത് അവർ കൃത്യമായി പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിൻ്റെ വ്യാവസായിക മേഖലകൾക്ക് കൃത്യമായ സംഭാവനകൾ നൽകുകയും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം നിന്നുകൊണ്ട് ദേശീയതയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം കൂടി അല്ലെങ്കിൽ അത്തരമൊരു വളർച്ച അത് സാധാരണക്കാർക്ക് ഉതകുന്നു. സാധാരണക്കാരായ നിരവധി ആൾക്കാർക്ക് അവരിലേക്ക് തൊഴിലെത്തുന്നു. അങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം കേരളത്തിലെ വ്യവസായികളെയൊക്കെ തന്നെ പല രീതിയിൽ അവരുടെ പ്രവർത്തന മേഖല അളന്നു കുറിച്ചുകൊണ്ടാണ് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് 5:30 NDMC ഹാളിൽ പരിപാടി നടക്കുന്നു. ഇതിനു മുന്നോടിയായി ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി ഈ അവാർഡിൽ അർഹരായവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മീറ്റ് ആൻഡ് ഗ്രേറ്റ് എന്നുള്ള പരിപാടിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സംവാദം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിലെ വ്യാവസായിക വളർച്ചയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് രാജ്യത്തിന് എത്രത്തോളം മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മാധ്യമരംഗത്ത് ഉണ്ടാകുന്ന മൂല്യച്യുതികൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒപ്പം ദേശീയതയോടൊപ്പം നിന്നുകൊണ്ട് ജനം TVയുടെ വളർച്ച അത് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒപ്പം തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ തുറന്നു കാട്ടുവാൻ വേണ്ടി ജനം TV എന്നുള്ള മാധ്യമമല്ലാതെ മറ്റൊരു മാധ്യമവും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ജോർജ് കുര്യൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൃത്യമായി വ്യവസായികൾ ഈ അവാർഡിന് അർഹരായവർ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ കേരളത്തിലെ വ്യാവസായിക മേഖലയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഏതൊക്കെ മേഖലയിലേക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്നുള്ള അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ വളരെ രാജ്യത്തിനും അതേപോലെ തന്നെ സമൂഹത്തിനുമൊക്കെ തന്നെ ഉപകാരപ്രദമായ
വിഷയമാകുന്ന ചർച്ചകളായിരുന്നു ഇന്നലെ ഈ മീറ്റ് ആൻഡ് ഗ്രേറ്റ് പരിപാടിയിൽ നടന്നത്. അങ്ങനെ ഈ 8 അവാർഡുകൾ ഇന്നിപ്പോൾ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നമ്മൾ വിതരണം ചെയ്യുന്നു. 5:30 ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് NDMC ഹാളിൽ ഈ പരിപാടി നടക്കുന്നു. അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ വിതരണം ചെയ്യുന്നു. വീണ. ഓക്കെ, ശരി നന്ദൻ. 19-ാം വയസ്സിൽ ബിസിനസ് രംഗത്തേക്ക് എത്തിയ അനുഭവ പരിചയമാണ് പോൾമാൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ പോൾ പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ ജനം ടിവിയുടെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് വിതരണത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി നടന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയുടെ ട്രെൻഡിനൊപ്പമാണ് ഇപ്പോൾ പരസ്യമേഖലയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ എപ്പോഴും ബിസിനസ് ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. എന്തായാലും ഒരു റിട്ടയർമെൻറ്റ് എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഉണ്ടാകും. എന്തായിരുന്നു ആശയം മുന്നോട്ട് വയ്ക്കാനുണ്ടായ കാരണം? ഞാനൊക്കെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ തോതിലൊരു ബിസിനസ് രംഗത്തിൽ മീഡിയ രംഗത്ത് വന്ന ഒരാളാണ്. അപ്പം ഞാനൊരു 19 വയസ്സ് മുതൽ IT അടയ്ക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 30 വർഷത്തോളം അല്ലെങ്കിൽ 28 വർഷത്തോളം IT അടച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ചുറ്റുമുള്ളവരെ കാണുമ്പോൾ IT അടയ്ക്കുന്നത് വലിയൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരു കുറച്ചുള്ള ജനവിഭാഗം, എല്ലാവരും അല്ല കുറച്ചെങ്കിലും ഒരു ജനവിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അവരെയും കൂടിയും ഈ IT രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണെന്നും അവരെയും കൂടിയും പ്രോത്സാഹിപ്പിക്കാനും അവരെ ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ IT അടയ്ക്കുന്നതിന് ആനുപാതികമായ രീതിയിൽ ഒരു പെൻഷൻ സമ്പ്രദായം നമുക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ 10, 20, 25 വർഷം ഒരു ബിസിനസ് കൊണ്ടു നടന്നു. ചിലതിന് തകർച്ചയെ നേരിടും, ചിലർക്ക് പിന്നീട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അസുഖം വരുന്നു. ഇങ്ങനെ പല പല രീതിയിൽ അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത്ര വർഷക്കാലം തൻ്റെ രാജ്യത്തെ സേവിക്കുകയും മറ്റുള്ളവർക്ക് സഹായമൊക്കെ ചെയ്ത് ഒരു സംരംഭകന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർ ആനുപാതികമായിട്ട് IT അടച്ചതിന് ആനുപാതികമായ രീതിയിലുള്ള ഏതെങ്കിലും പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നുള്ള ചിന്തയാണ് പങ്കുവയ്ക്കാനായിട്ട് പറ്റി. ഇപ്പോൾ ഒരു മീഡിയ, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു. ഈ കൺവെൻഷണൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഏജൻസികളില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഏജൻസി അത് എത്ര വർഷമായിട്ടാണ് നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എത്രത്തോളം ബ്രാൻഡുകളെ അവരെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മീഡിയയിലേക്ക് വന്നത്. ഇപ്പോൾ ഏകദേശം 30 വർഷത്തോളം പിന്നിടുകയാണ്. അപ്പോൾ ഞങ്ങൾ നിരവധി ക്ലയൻറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ പിട്ടാപ്പിള്ളി ഏജൻസീസിൻ്റെ, KLM ആക്സിവിയോ ഉണ്ട്, ഡെൻവുഡ് എന്ന് പറഞ്ഞ ക്ലയൻ്റ് ഉണ്ട്, എക്കോടെക് വാട്ടർ ടാങ്ക് ഉണ്ട്, ഇങ്ങനെ തുടങ്ങി നിരവധി KSFE ഉണ്ട്, നിരവധി ക്ലയൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും ഇവരുടെയൊക്കെ വളർച്ചയുടെ ഒപ്പം നിൽക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വളരെ ചെറിയ തോതിൽ ഇവരോടൊപ്പം ഞങ്ങൾ ജോയിൻ ചെയ്തു. ഇന്നിപ്പോൾ അവരും വലിയ നിലയിലേക്ക് വളർന്നു, ഞങ്ങളും പരസ്യരംഗത്തേക്ക് നല്ല രീതിയിൽ വളരാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ വളർച്ചയോടൊപ്പം തന്നെ ഞങ്ങൾക്കും വളരാൻ കഴിഞ്ഞു, അവരെയും അവരുടെ വളർച്ചയിൽ ഒരു പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലയൻസിന് എന്താണോ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുക, ഞങ്ങളൊരു ക്ലയൻറ്റുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മിനിമം ഇന്നേ വരെ തുടരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യേകതയെ കാണാൻ കഴിയും. ഇപ്പോൾ കൂടുതൽ അറിയാം, ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാം, ഇപ്പോൾ വലിയ തോതിൽ പരസ്യത്തിൻ്റെ ഒരു കാലഘട്ടം ഇത്തരത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. പുതുതലമുറ ഇതിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? ഇപ്പോൾ ഞങ്ങൾ പൊതുവേ കാണുന്നൊരു കാര്യം, ഞങ്ങളെല്ലാം ഒരു ഏജൻസി, റിലീസിങ് ഏജൻസി എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ ഡിസൈനിങ്ങും എല്ലാ മേഖലയിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളൊക്കെ. ഇന്ന് ഞങ്ങളതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതുതലമുറയെല്ലാം പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യാത്ത ക്രിയേറ്റീവ് മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് IBIS ഗ്രൂപ്പ് നടത്തുന്നത്. IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്ദീപ് മേനോൻ ആഗോള വിദ്യാഭ്യാസ മേഖലയിലും ഇന്ത്യയിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. ഡൽഹിയിൽ ജനം TV ഗ്ലോബൽ എക്സലൻസ് വിതരണ ചടങ്ങിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി നടന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ സംബന്ധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നിരവധി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇവിടെ നിന്നും വിദേശത്തേക്ക് പഠനത്തിനായി ഒട്ടനവധി ആളുകൾ പോകുന്നു, ഒട്ടനവധി വിദ്യാർത്ഥികൾ പോകുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. IBIS
ഈ മേഖലയിൽ എന്താണ് IBISന്റെ സംഭാവന, അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സെക്ടറുമായി? എനിക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട്. അത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ നമ്മൾ അത്രയും എഫേർട്ട് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ IBISന്റെ കേസ് പറയുകയാണെങ്കിൽ IBIS ഒരു ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ഒരു അവാർഡിംഗ് ഓർഗനൈസേഷനാണ്. സോ നമുക്ക് ആ ഇപ്പോൾ US സ്റ്റാൻഡേർഡ്സിലുള്ള സെയിം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സാണ് IBIS ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ദറ്റ്സ് എ ഹ്യൂജ് ഓപ്ഷൻ. പുറത്ത് പോയി പഠിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ഇവിടെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന്? So what we try to do is we try to bring US standards here. So US standards of education ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ ISCET എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഇന്ത്യയിലെ ഒരു അക്രഡിറ്റഡ് ബോഡിയാണ്. സോ ISET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ ബോഡിയാണ് പല പ്രീമിയർ US ബോഡീസിനെ അക്രഡിറ്റ് ചെയ്തിട്ടുള്ളത് ISET ആണ്. ലൈക്ക് നാസ, US ആർമി, Wharton Business School, you name it. Most of US universities, premier US bodies are accredited by ISET. So ആ സെയിം സ്റ്റാൻഡേർഡ്സാണ് IBIS ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു വെസ്റ്റേണിൽ പറയുകയാണെങ്കിൽ IBIS ഓഫർ ചെയ്യുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ യൂണിറ്റ്സ്, ദോസ് ആർ ട്രാൻസ്ഫറബിൾ ടു മോസ്റ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ് ഇൻ വെസ്റ്റ്. സോ ഇറ്റ്സ് എ സെയിം സ്റ്റാൻഡേർഡ്, യു ഡോണ്ട് ഹാവ് ടു വെഞ്ചർ ഔട്ട് ഫോർ ദാറ്റ്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് വിജിലൻസ്. ഒന്നാം പ്രതിയാക്കിയ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയേക്കും. ഉദ്യോഗസ്ഥനെതിരെ തെളിവില്ലാത്തതാണ് അന്വേഷണം വഴിമുട്ടിച്ചത്. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ഇനി എന്താകും നടപടി? തീർച്ചയായും കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായതായിരുന്നു ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ഇടത് വലത് മുന്നണികൾ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വിജിലൻസ് ഒരു നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും നിലവിലില്ല, കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വിജിലൻസ് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസ് ഉപേക്ഷിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. FIRൽ ഒന്നാമത്തെ പേര് ഈ ED ഉദ്യോഗസ്ഥരായ ശേഖർ ബാബുവിൻ്റെ ആയിരുന്നു. ഈ പേര് FIRൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ കൂടി ആലോചിക്കുകയാണ് വിജിലൻസ് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. കാരണം ഒരു വലിയ ചർച്ചയായതായിരുന്നു, വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിജിലൻസ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട ഈ ഇടനിലക്കാരും ശേഖർ ബാബുവും തമ്മിലുള്ള ഒരു ഇടപാടുകൾക്ക് ഒരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശേഖർ ബാബുവിനെ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ വിജിലൻസ് നിലവിൽ പോകുന്നത്. മറ്റ് ഇടനിലക്കാരായ ആളുകളെ വെച്ചുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും EDക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളൊക്കെ തന്നെ തീർത്തിരുന്നു. അത് കൃത്യമായി തന്നെ വിജിലൻസിൻ്റെ നിലവിലുള്ള അന്വേഷണത്തിൽ അതിനൊന്നും കഴമ്പില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി വിജിലൻസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനം നിലവിൽ വിജിലൻസ് എടുത്തിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി. അരുൺ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയ നിലയിൽ പ്രദേശത്തുകൂടി മൂക്കുപൊത്തി പോകേണ്ട അവസ്ഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആശുപത്രിയിലെത്തുന്ന രോഗികളും പ്രദേശവാസികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയുമാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. അനഘ, ഈ ആശുപത്രി പരിസരം എത്ര കണ്ട് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വീടും പരിസരവും പോലും വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ്, അതിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാത്തവരാണ്. പക്ഷെ ആശുപത്രികളിൽ രോഗങ്ങളുമായി ആശുപത്രികളിലെത്തുന്നവർ അവിടെ നിന്ന് മറ്റു രോഗങ്ങളുമായി തിരിച്ചു പോരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഏത് പ്രദേശത്താണ്, ആശുപത്രിയുടെ ഏത് ഭാഗത്തായാണ് ഇത്തരത്തിൽ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത്? ഈ പരാതി നൽകിയിട്ട് ഇപ്പോൾ എത്ര നാളായി?
വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്താണ്. ആശുപത്രി പരിസരം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, ഡെന്റൽ കോളേജാണ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളടക്കം ഈ ഭാഗത്തു കൂടി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തുക എന്നതാണ്. ഈ ഭാഗത്ത് എത്തുന്നവർക്ക് ഈ ഭാഗത്തു കൂടി പോകാൻ പോലും കഴിയാത്ത അത്ര രീതിയിലാണ് ഈ ഭാഗത്ത് മാലിന്യം കുന്നുപോലെ കുമിഞ്ഞു കൂടിയിരിക്കുന്നത് എന്നതാണ്. ഇത് സാധാരണ ഏതെങ്കിലും ഒരു പ്രദേശമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ, അതായത് ദിവസേന 3000-ലധികം രോഗികൾ എത്തുന്ന ഒരു ആശുപത്രി പരിസരത്തോട് ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാലിന്യ മല എന്ന് തന്നെ പറയേണ്ടി വരും. പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അങ്ങനെ ഇത് 1-2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ദിവസേന ഈ രീതിയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ മാലിന്യം കൊണ്ട് ഇവിടെ നിക്ഷേപിക്കുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളൊക്കെ ദിവസേന പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം. ഈ ഭാഗത്താണ് ഈ രീതിയിൽ മാലിന്യ കൂമ്പാരം കൊണ്ടിട്ടിരിക്കുന്നത്. മാസങ്ങളോളം ഈ ഭാഗത്ത് ഇങ്ങനെയാണ്. ആശുപത്രിയിലുള്ള ചില വസ്തുക്കൾ ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഒട്ടും നമുക്ക് ഈ ഭാഗത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അത്ര രൂക്ഷഗന്ധമാണ്. മഴക്കാലം കൂടിയാണ്. ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മാലിന്യത്തിൽ നിന്നുള്ള അത്രയും വൃത്തിഹീനമായ വെള്ളം അത് ഈ താഴ്ഭാഗത്തേക്ക്, ഈ പ്രദേശത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോകും. ആ ഭാഗത്തും ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ആ ഭാഗത്തേക്കും ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഈ പ്രദേശത്തെ ആളുകളും ഈ ഭാഗത്തെ ജനങ്ങളും ഒക്കെ തന്നെ ഈ സംഭവം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കടക്കം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇത് ആശുപത്രി പരിസരമാണ്, അത്രയധികം വൃത്തിഹീനമായ ഈ ഒരു അവസ്ഥയിൽ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പരാതി സ്വീകരിച്ചു എന്നൊരു മറുപടി അല്ലാതെ മറ്റൊന്നും തന്നെ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒക്കെ തന്നെ നിലപാട്, ഈ പരാതി നൽകി ഇനിയും കുറച്ചു കാലം സമയം കൂടി തങ്ങൾ കാത്തിരിക്കും. അതിനുശേഷവും നടപടി ഇല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ, നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് ഈ റോഡിനോട് ചേർന്ന് ദിവസേന 3000-ലധികം രോഗികളെത്തുന്ന ആശുപത്രിയാണ്. ആ ഭാഗത്ത് ഈ റോഡിനോട് ചേർന്ന് ഈ രീതിയിൽ മാലിന്യ മലയാണ്. ഈ ഭാഗത്ത് അതിരൂക്ഷമായ ഗന്ധം ഉണ്ട് എന്നതാണ്. നടക്കാൻ പോലും കഴിയാത്ത ഈ ഭാഗത്തൊക്കെ തന്നെ അതിവൃത്തിഹീനമായ വെള്ളമുണ്ട്. ഈ മാലിന്യം മാസങ്ങളോളം ഈ രീതിയിൽ ഈ ഭാഗത്ത് കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അത്രയധികം വൃത്തിഹീനമായ ഒരു ചുറ്റുപാടുണ്ട്. ഈ ഭാഗത്തു കൂടി വേണം ആശുപത്രിയിലേക്ക് ഏറ്റവും സാധാരണക്കാരായവരാണ് ആശുപത്രിയിൽ എത്തുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവരാണ് ഈ വെള്ളത്തിലൂടെ ഈ ഭാഗത്തുകൂടി പോകേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട് എന്നതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയാണ് ഈ ഭാഗത്ത് ഈ രീതിയിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത്. അവരത് എടുത്തു മാറ്റുന്നുണ്ട് എന്നതടക്കമുള്ള ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് വിഷയത്തിൽ അധികൃതർ എടുക്കുന്ന നിലപാട്. പക്ഷെ അങ്ങനെ എടുത്തു മാറ്റുകയാണെങ്കിൽ ഈ രീതിയിൽ ഇവിടെ ഈ ഭാഗത്ത് ഈ രീതിയിൽ മാലിന്യം ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകില്ല. എന്തായാലും ആശുപത്രി അധികൃതരോടൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തോട് ഈ കാര്യം പറഞ്ഞാൽ, അതായത് ഈ ഭാഗത്ത് എത്തുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് മറ്റ് പല രോഗങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആശുപത്രി അടുത്തുണ്ടല്ലോ എന്നൊരു മറുപടി ആയിരിക്കും നമ്മുടെ ഭരണ സംവിധാനം നമ്മോട് പറയുക എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. വീണ, അതേസമയം അനഘ, ഇത്രയും അധികം മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലും അവിടെ പ്രാദേശികമായ ഭരണകൂടങ്ങളും ഉണ്ടാകുമല്ലോ. അവരുടെയൊക്കെ ഇടപെടൽ ഏത് തരത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇത് CCTV ക്യാമറകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ബോർഡ് വെച്ചിട്ടോ ഒക്കെയും തടയാൻ കഴിയുമെന്നിരിക്കുക. അതുപോലും തടയാതെ ഇത്രയും കാലം ഇത്രയും വലിയ മാലിന്യ മലയിലേക്ക് എത്തുന്നത് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇതിൽ ആശുപത്രി അധികൃതരും ഇടപെടുന്നില്ല. പ്രദേശവാസികൾക്ക് ആവട്ടെ ഈ പരാതി കൊടുത്തിരിക്കാമെന്നല്ലാതെ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ മാലിന്യം അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് കണ്ടെത്താനും മാർഗമില്ലേ? വീണ, തീർച്ചയായും. അതായത് ഈ നിലവിൽ കോർപ്പറേഷനാണ് ഇതിന്റെ ചുമതല. ഈ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത എല്ലാ ഘട്ടത്തിലും എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികൃതരോട് സംസാരിച്ച സമയത്ത് ഇത് ഹരിതകർമ്മസേന ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണ്, അതിവിടെ നിക്ഷേപിക്കും, അതിനുശേഷം ഇവിടെ നിന്ന് ഉടൻ തന്നെ മാറ്റും എന്നാണ് അധികൃതർ പറയുന്നത്. അങ്ങനെ നമ്മൾ കൃത്യമായി തിരിച്ചു ചോദിച്ചു, അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഈ രീതിയിൽ എങ്ങനെയാണ് ഈ ഭാഗത്ത്
ഒരു മല പോലെ ഈ മാലിന്യം ഇവിടെ കുന്നുകൂടിയിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അധികൃതരുടെ കയ്യിൽ മറുപടി ഇല്ല എന്നതാണ് വസ്തുത. അതായത് അവർക്ക് ഈ വിഷയത്തിൽ അവരുടെ ഒരു നിലപാടാണ്, ഈ രീതിയിൽ മാലിന്യം ഉണ്ടായിക്കോട്ടെ, തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അധികൃതർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഭാഗത്ത് ഈ ഹരിതകർമ്മ സേനയുടെ മാലിന്യം മാത്രമല്ല, ഈ ഭാഗത്ത് ഈ രീതിയിൽ മാലിന്യം കൂമ്പാരത്തിനെത്ത് ഈ പ്രദേശത്തേക്ക് പോകുന്ന ആളുകൾ, ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ, അങ്ങനെ അവരൊക്കെ തന്നെ ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഒരു CCTV സ്ഥാപിച്ചാൽ ഈ പ്രശ്നത്തിന് കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുന്നതാണ്. പക്ഷെ ആ ഒരു നടപടി പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന്, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. മറ്റൊന്ന് ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇത് കോഴിക്കോട് ഈ മെഡിക്കൽ കോളേജ് പരിസരത്തെ മാത്രം കാഴ്ചയല്ല, കോഴിക്കോട്ടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരം നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അതിനെതിരെയൊന്നും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം പോലും നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്നതാണ്. പക്ഷെ അപ്പോൾ പോലും ഇവിടെ ഈ ഭാഗത്തേക്ക് എത്തി ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള ഏതെങ്കിലും സാധനം നിക്ഷേപിക്കുന്നതൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. വീണ. ശരി അനഘ. 8 മണിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ നോക്കാം പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുന്നു. നരേന്ദ്രമോദി അർജന്റീനയിലേക്ക്. പ്രസിഡന്റ് ഹാവിയർ മിലിയുമായി കൂടിക്കാഴ്ച. ബ്രിക്സ് ഉച്ചകോടിക്കായി നാളെ ബ്രസീലിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു നിലപാടില്ല എന്ന് BJP. പ്രതിഷേധം കടുപ്പിച്ച് കൂടുതൽ സംഘടനകൾ. വിമർശനം ശക്തമായിരിക്കെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക്. ആരോഗ്യവകുപ്പിനെതിരായ പ്രതിഷേധത്തെ പ്രതിരോധിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം. കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവം. ആരോഗ്യമേഖല വെന്റിലേറ്ററിലെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്നും മുഖപ്രസംഗത്തിൽ. ആരോഗ്യം ക്ഷയിച്ച സംസ്ഥാനത്തെ ആതുരാലയങ്ങൾ. അലംഭാവത്തിനും അനാസ്ഥയ്ക്കും പേരുകെട്ട തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുമില്ല. ഫയർ NOC പോലുമില്ലാതെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. പത്തനംതിട്ട ജില്ലാ ആശുപത്രി കെട്ടിടം പൊട്ടിപ്പിളർന്നു. അപകട ഭീഷണിയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം. പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകം. വ്യാപക പ്രതിഷേധത്തിനിടെ അംഗീകാരം നൽകി കരിക്കുലം കമ്മിറ്റി. നിപ്പയിൽ ആശങ്ക തുടരുന്നു. കോഴിക്കോട് കനത്ത ജാഗ്രത. മങ്കട സ്വദേശിനിയുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. പാലക്കാട്ടെയും മലപ്പുറത്തെയും രോഗികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയം. ഗുദലേപ്പ നദിയിലെ ജലനിരപ്പ് വൻതോതിൽ ഉയർന്നു. 13 പേർ മരിച്ചതായി റിപ്പോർട്ട്. 20 പെൺകുട്ടികളെ കാണാതായി എന്നും റിപ്പോർട്ട്. വെടിനിർത്തലിനെ അനുകൂലിച്ച് ഹമാസ്. ഖത്തറിനെയും ഈജിപ്തിനെയും നിലപാട് അറിയിച്ചു. തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ തയ്യാറെന്ന പ്രസ്താവന. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഹൈക്കോടതി ഇന്ന് കാണും. ജഡ്ജിക്കായി പ്രത്യേക പ്രദർശനം. ജസ്റ്റിസിനൊപ്പം കേന്ദ്ര സെൻസർ ബോർഡ് പ്രതിനിധികളും. ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സീസൺ 5 ഇന്ന് ഡൽഹിയിൽ. കേരളത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ജനം TV ആദരിക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളിലും രാഷ്ട്രീയ കളിയുമായി സർക്കാർ. 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം രാഷ്ട്രീയ വിദ്വേഷം കുത്തിനിറച്ച്. തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും പോലും സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൽ. റിസോർട്ട് രാഷ്ട്രീയവും ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധിയും
10ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാൻ സർക്കാർ, ഇതര രാഷ്ട്രീയ സംഘടനകളോട് കുട്ടികളിൽ വിദ്വേഷം വളർത്താനാണ് സർക്കാർ നീക്കമെന്ന് ആക്ഷേപം. ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും വരെ ഉൾപ്പെടുത്തിയ പുസ്തകത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളിൽ മൗനം. അതേസമയം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയവും ഭീകരവാദത്തിന്റെ വളർച്ചയും ഉൾപ്പെടുത്താത്തത് എന്ത് എന്ന ചോദ്യം ഉയരുന്നു. TP കൊലപാതകവും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും പഠിപ്പിക്കേണ്ടേ എന്നും വിമർശനം. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്താണ് വിമർശനവും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നത്? ഈ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു വേണ്ടാത്തത് എന്ന ആരോപണം ഉയരുന്നത്? വീണ, 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ 92ാം ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ കരിക്കുലം കമ്മിറ്റി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയും കരിക്കുലം കമ്മിറ്റി അതിന് അംഗീകാരമൊക്കെ ഇപ്പോൾ നൽകുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് 58ാം കരിക്കുലം കമ്മിറ്റി യോഗം തലസ്ഥാനത്ത് ചേർന്നത്. ഈ യോഗത്തിന് ശേഷമാണ് ഔദ്യോഗികമായൊരു തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപിച്ച കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാം വാല്യം പാഠപുസ്തകത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് ചില പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു പ്രത്യേക രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് ഈ പാഠപുസ്തകം വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം വന്നിട്ടുള്ള മന്ത്രിയുടെ ഈ ഒരു വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 10ാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ്. സാമൂഹ്യശാസ്ത്ര പഠന ബുക്കാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകമാണ്. അതിൽ ഉൾപ്പെടുത്തിയത് ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഗവർണർ എന്തൊക്കെ ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചതാണ്. പ്രത്യേകിച്ച് സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അത് പിന്നീട് കരിക്കുലം കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മന്ത്രി അവകാശപ്പെടുന്നത്. ഇതിന് പിന്നാലെ അതേ പാഠപുസ്തകത്തിൽ തന്നെയാണ് ചില കാര്യങ്ങൾ അത് പ്രത്യേക രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ 10ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കരിക്കുലം കമ്മിറ്റിയും ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് റിസോർട്ട് രാഷ്ട്രീയവും ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധിയും അടക്കമുള്ള കാര്യങ്ങൾ 10ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഇടത് സർക്കാരും ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിരോധനം, പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള സംഭവ വികാസങ്ങൾ, കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഒന്നും സൂചിപ്പിക്കാതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമോ അല്ലെങ്കിൽ അതൊന്നും തന്നെ പറയാതെയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചില പ്രത്യേക കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു നീക്കം സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയം ഒപ്പം തന്നെ ഭീകരവാദത്തിന്റെ വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല? അതും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? സമൂഹത്തിൽ നടക്കുന്ന വിഷയമല്ലേ എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഈ TP കൊലപാതകം, കൂടാതെ തന്നെ സംസ്ഥാനത്ത് PDP അടക്കമുള്ള സ്വാധീനം, PDP രാഷ്ട്രീയ കക്ഷിയുടെ സ്വാധീനം, STP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ എന്തിന് കേരളത്തിൽ വളരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ കേരളത്തിൽ എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു? അല്ലെങ്കിൽ രാജ്യത്ത് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്? എന്നാണ് അത് നിരോധിച്ചത്? എന്താണ് കേരളത്തിലും ഭാരതത്തിലെ രാഷ്ട്രീയത്തിലും PDP അടക്കമുള്ള സംഘടനകളുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കമുള്ളവരുടെ സ്വാധീനം എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്നൊരു ആക്ഷേപം, ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഒരു വ്യക്തമായ രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട്, വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരിക്കുലം കമ്മിറ്റിയിൽ ഇത്തരത്തിലൊരു അംഗീകാരം നൽകിയിട്ടുള്ളത്, പാഠഭാഗത്തിൽ ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഗവർണറുടെ നിലപാടുകൾ, ഗവർണറുടെ അധികാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങളടക്കം ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതിലും കരിക്കുലം കമ്മിറ്റിയിലെ ഒരു വിഭാഗം അധ്യാപകർക്ക് വലിയ രീതിയിൽ അമർഷമുണ്ട്. എന്തുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായത്? അതൊരു പ്രത്യേക രാഷ്ട്രീയ നീക്കം, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, രാഷ്ട്രീയ കളികൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുമ്പോഴാണ് അതൊന്നും പ്രതിപാദിക്കാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടും ഒപ്പം തന്നെ വലിയ രീതിയിൽ
രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമാക്കുന്നത്, പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ റിസോർട്ട് രാഷ്ട്രീയമൊക്കെ. അതൊക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് CPM അടക്കമുള്ള ഇടത് സംഘടനകൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രത്യേക പ്രീണനം നടത്താനാണ് എന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനെ അടക്കം വിമർശിക്കാൻ സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങളും അത് പഠിക്കാൻ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അത് ഒരു ബഡ്ഡിംഗ് സ്റ്റേജാണ്, ഏറ്റവും നിർണായകമായൊരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയം കുത്തി നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിരോധം നിറച്ചുകൊണ്ടുള്ള അവരെ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു ആക്ഷേപം കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പുനർചിന്ത ഇനി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഓണം അവധിക്ക് മുൻപ് തന്നെ ഈ 2ാം ഘട്ട അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുൻപിലേക്ക് എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കം കൂടി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട്. അതിൽ ഈ പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വഴിവെക്കുകയാണ് വീണ. ഓക്കെ, ശരി ശാലിനി. ഇനി നമുക്ക് മറ്റൊരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നോക്കാം. ഫയർ NOC പോലും ഇല്ലാതെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ആശുപത്രി കെട്ടിടങ്ങൾക്ക് അഗ്നിശമന സേനയുടെ സുരക്ഷയില്ല. കെട്ടിടങ്ങളുടെ അവസ്ഥയും ശോചനീയമാണ്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളാകട്ടെ വീൽ ചെയർ പോലും ലഭിക്കാതെ വലയുകയാണ്. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, പിന്നെ മെഡിക്കൽ കോളേജിൽ എന്താണ് ബാക്കിയുള്ളത്? തീർച്ചയായും വീണ, ആയിരങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. എന്നാൽ ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് NOC ഇല്ലാതെ, അതായത് അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ അതിനുവേണ്ട അനുമതി ഇല്ലാതെ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആശുപത്രി എന്നാണോ നിർമ്മിച്ചത്, ആശുപത്രി കെട്ടിടങ്ങളും അനുബന്ധ കെട്ടിടങ്ങൾ, ഹോസ്റ്റൽ കെട്ടിടം അടക്കം ഈ NOC ഇല്ലാതെ, ഫയർ NOC ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. സാധാരണ നമുക്കറിയാം, ഏതൊരു കെട്ടിടമായാലും നിരവധി ആളുകൾ അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായും ഈ ഫയർ NOC വേണം, ഈ അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. പക്ഷേ ഒരു ആശുപത്രി ആയിട്ട് പോലും അതിന് വേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫയർ NOC ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഉന്നയിക്കുന്ന വാദം ഈ ഫയർ NOCക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പലതവണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഫയർ NOC നൽകിയില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ പല രോഗങ്ങളുമായി, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഫയർ NOC ഇല്ലാതെ വർഷങ്ങളായി ഈ കെട്ടിടങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടങ്ങളുടെ അവസ്ഥയും ശോചനീയം തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം മേൽക്കൂര അടക്കം പലയിടത്തും സീലിങ്ങുകൾ പൊളിഞ്ഞിരിക്കുന്നു. ശൗചാലയം, അതായത് ഈ മറ്റ് ശുചിമുറി അടക്കം വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ആശുപത്രിക്കുള്ളിലേക്ക് നിരവധി ആളുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രോഗങ്ങളുമായി എത്തുന്ന ഒരുപാട് പേർ, അവരുടെ കൂടെ വരുന്നവർ, അവർക്കൊക്കെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ വേണം. അതായത് ഈ ശോചനീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, അവിടെ എത്തുന്ന രോഗികൾക്ക് കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അതായത് കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ അവിടെ എത്തുകയാണ്, പക്ഷേ അയാൾക്ക് അവിടെ നിന്നും പോകുവാൻ ഒരു വീൽ ചെയർ പോലും കിട്ടുന്നില്ല. ആ കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വീൽ ചെയർ ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം, പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം അടക്കം പറയുന്നത്. അത്തരത്തിൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അവിടെയും ഈ സമാന സ്ഥിതി തുടരുകയാണെന്നുള്ളതാണ്. അതായത് മറ്റു മെഡിക്കൽ കോളേജിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്ത് പരിശോധിക്കുമ്പോൾ അവിടെയും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള വീഴ്ചകളുണ്ടായിട്ടും വകുപ്പ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല, മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന ആളുകളുടെയും ഒക്കെ പരാതി. കാരണം ഓരോ മെഡിക്കൽ കോളേജും ആ ജില്ലയുടെ തന്നെ, അതായത് എല്ലാ സാധാരണക്കാർക്കും ആശ്രയമാകുന്ന ഒരിടമാണ്. പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം. എന്തായാലും വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെ ഈ അധികൃതർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അനാസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സമരങ്ങളടക്കം, അവിടെയുള്ള ജീവനക്കാരടക്കം സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് പോലും കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട
സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിക്ക് ഉള്ളിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെ മനസ്സിലാകും അതിന് അവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന പല സീലിങ്ങുകൾ, അതോടൊപ്പം തന്നെ ചുമരുകൾ വെടിച്ച് പൊട്ടിപ്പൊളർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശൗചാലയം നേരത്തെ പറഞ്ഞു അതുപോലും ഈ ശുചിമുറികൾ പോലും കൃത്യമായും വൃത്തിയോടെ സൂക്ഷിക്കാൻ അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. വകുപ്പ് ഒന്നിലും തന്നെ ഇടപെട്ട് അതിലൊരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ സംവിധാനങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള ഒരു ചിന്തയും ആരോഗ്യ വകുപ്പിനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഫയർ NOC എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ സംവിധാനം, അതിനുവേണ്ട ഈ ഫയർഫോഴ്സിൻ്റെ അനുമതിയൊക്കെ കൂടെയാണ്. പക്ഷേ അതുപോലും ഇല്ലാതെ ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാലങ്ങളായി പ്രവർത്തിക്കുന്നു. പണ്ട് അതായത് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചപ്പോൾ ഈ ഫയർ സംവിധാനം, അതായത് ഈ അഗ്നിശമന സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി അവിടെ ഒരു ഓസും അതോടൊപ്പം ഇതൊക്കെ വയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനാനുമതി അല്ലെങ്കിൽ NOC അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. കാരണം ഏതൊരു കെട്ടിടമായാലും ഈ ഫയർ NOC ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം. പക്ഷേ അത്തരത്തിലൊരു മാനദണ്ഡങ്ങളും ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളിൽ അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണയായി അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഒരുക്കുമ്പോൾ അവിടേക്ക് ഫയർഫോഴ്സിൻ്റെ വാഹനമടക്കം അടുത്തേക്ക് എത്തുവാൻ സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ അവർക്ക് മറ്റ് സൗകര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തീപിടുത്തമുണ്ടായാൽ എത്തരത്തിലാണ് അവിടെ ഈ അതിനെ അണയ്ക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇത് പേരിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ആളുകളെ കാണിക്കുവാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം അവിടെ ചെയ്തു എന്നുള്ളത് മാത്രമാണ്, അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അപേക്ഷ സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും അതിന് ഫയർഫോഴ്സ് അനുമതി നൽകണമെങ്കിൽ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് വീണ. ഓക്കെ, ശരി മനോജ്. ഇനി ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാത്ത ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. OP വിഭാഗവും അത്യാഹിത വിഭാഗവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തത്. അഗ്നിരക്ഷാസേനയുടെ NOC മെഡിക്കൽ കോളേജ് കെട്ടിടത്തിനില്ല. മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേത് അഗ്നിരക്ഷാസേനയുടെ വാഹനം കടന്നു വരാൻ വഴി ഇല്ലാത്ത സ്ഥലം കൂടിയാണ്. കെട്ടിടത്തിന് എമർജൻസി എക്സിറ്റുകളും നിർമ്മിച്ചിട്ടില്ല. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, ഇത്തരത്തിലൊരെണ്ണം ഇപ്പോൾ കണ്ടതേ ഉള്ളൂ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. ഇവിടെ ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വന്നാലും ഈ അഗ്നിശമന സേനയുടെ ഒരു NOC പോലും ഇല്ലാതെയാണ് ഈ കെട്ടിടവും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല എമർജൻസി എക്സിറ്റുകൾ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഓടിയെത്താൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല രോഗികൾക്കും ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യമായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? ഒരു സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് ഈ മെഡിക്കൽ കോളേജ് ഒരു പേരിന് മാത്രം ഇടുക്കി ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കെട്ടിടങ്ങൾ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ചെറുതോണിയിലാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ഈ ചെറുതോണി ഡാമിനോട് ചേർന്ന് ചെറിയൊരു മലഞ്ചെരിവിലാണ് ഈ പുതിയ 2 ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ 2 ബിൽഡിങ്ങുകൾക്കും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അഗ്നിരക്ഷാ സേനയുടെ NOC അത്യന്താപേക്ഷിതമായുള്ള ഒരു കാര്യമാണ്. ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ NOC ലഭിക്കാതെ അല്ലെങ്കിൽ അഗ്നിശമന രക്ഷാസേനയുടെ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നിലവിൽ ഈ മെഡിക്കൽ കോളേജ് കെട്ടിടം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഗ്നിശമന സേന നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ അഗ്നിരക്ഷാ സേനയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നോട്ടീസുകൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഏതാനും വർഷങ്ങളായി ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചത് മുതൽ ഈ കെട്ടിടത്തിലേക്ക് OP വിഭാഗവും അതുപോലെ തന്നെ എമർജൻസി വിഭാഗവും ലാബ് വിഭാഗവും എല്ലാം ഇവിടേക്ക് മാറ്റിയിരുന്നു. ഈ വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. കൂടാതെ ഏകദേശം 80ഓളം പേർക്ക് കിടത്തി ചികിത്സയും ഇവിടെ നൽകുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി എത്തുന്ന ഈ മെഡിക്കൽ കോളേജിന്റെ പ്രധാന കെട്ടിടത്തിലാണ് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഈ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കെട്ടിടത്തിന് എമർജൻസി എക്സിറ്റുകൾ ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ ഒരു മലയുടെ ചെരുവിലായിട്ടാണ് ഈ ഒരു കെട്ടിടം ഇരിക്കുന്നത്. ഒരു ചെറിയ വഴി മാത്രമാണുള്ളത്, ഒരു ജീപ്പ് റോഡ് മാത്രമാണുള്ളത്. ഈ ഫയർഫോഴ്സിന്റെ വാഹനം എത്തിയാൽ, അഗ്നിശമന സേനയുടെ വാഹനം എത്തിയാൽ സുഗമമായി അകത്തേക്ക് കടന്നു പോകാനോ തിരിച്ചിറങ്ങി വരാനോ ഏതെങ്കിലും അത്യാഹിതമുണ്ടായാൽ ഈ ആശുപത്രിക്കുള്ളിലേക്ക് ചെല്ലാനുള്ള സംവിധാനമോ ഇല്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലെല്ലാം തന്നെ ഒരുക്കിയ ശേഷം മാത്രമേ ഈ ഒരു പ്രവർത്തനം, അതായത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാവൂ എന്നുള്ള ഒരു
സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പാലിക്കാതെയാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഈ ആളുകളുടെ ജീവൻ വെച്ച് ഈ ആരോഗ്യ വകുപ്പ് കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് കിറ്റ്കോയാണ്. പൂർണ്ണമായും ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ലിഫ്റ്റിന്റെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകേണ്ടതായുണ്ട്. ഈ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പൈപ്പുകളും അതിന്റെ ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിൽ മാത്രമേ ഇതെല്ലാം പ്രവർത്തന സജ്ജമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഇതുവരെ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കാൻ കിറ്റ്കോയ്ക്കോ ആരോഗ്യ വകുപ്പിനോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൃത്യമായ ഒരു ചികിത്സ നടക്കുന്നുണ്ടോ എന്ന് പോലുള്ളതും സംശയമാണ്. പ്രധാനമായും ഇടുക്കി ജില്ലയിൽ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ആശുപത്രികളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന് തന്നെ പറയാം. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അത്യാഹിതവുമായി എത്തുന്ന ആളുകളെ അവർ മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണെന്നെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ എത്തുന്ന രോഗികളെ പറഞ്ഞുവിടുമില്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്. പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജായി ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ. ഓക്കെ, ശരി സുബിൻ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യം ശക്തമാകുന്നു. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഇന്നും പ്രതിഷേധത്തിന് സാധ്യത. സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കൂടുതൽ സംഘടനകളും രംഗത്ത് വരികയാണ്. പ്രശാന്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്നും പല തലത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അത് ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ള ആവശ്യത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു ആവശ്യവും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നില്ല ഈ സംഘടനകളൊക്കെ തന്നെയും. ഇന്ന് ഏതൊക്കെ തലത്തിലാണ് BJPയുടെയും ഒക്കെ പ്രതിഷേധം ഉണ്ടാവുക? വീണ, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ വീട്ടിലെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം BJP ജില്ലാ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നു രാജി ആവശ്യത്തിനുമല്ലാതെ മറ്റൊരു രാജി വയ്ക്കുന്നത് വരെ പിന്നോട്ടില്ല എന്നൊരു നിലപാട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP അടക്കമുള്ള സംഘടനകൾ ഇന്നും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റിലേക്കും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ വസതിയിലേക്കടക്കം മാർച്ചുകൾ സംഘടിപ്പിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും പ്രതിഷേധിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം ഒരു പ്രതിഷേധ കേന്ദ്രമായി ഇപ്പോൾ തലസ്ഥാനം മാറുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാകുന്നു. കാരണം കഴിഞ്ഞ ദിവസം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു മരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് മന്ത്രിയുടെ അനാസ്ഥ കൊണ്ടുണ്ടായതാണ് എന്നാണ് ആരോപണമായി ഉയർന്നു വരുന്നത്. കാരണം മന്ത്രിയുടെ അനവസരത്തിലുള്ള പ്രസ്താവനകൾ ഇതിന് ഈ രക്ഷാപ്രവർത്തനം അടക്കം നടത്തുന്നതിന് തിരിച്ചടിയുണ്ടായി. മാത്രമല്ല അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചേർന്നത്. ഇതെല്ലാം മന്ത്രിയുടെ ഇടപെടലുകളോടെയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനകളാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അടക്കം താളം തെറ്റുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണം. ആരോഗ്യരംഗം താറുമാറായി കിടക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേവലം ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് മാത്രമല്ല. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവ വികാസങ്ങൾ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടുത്തിടെ ഉണ്ടായിരുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം, അതോടൊപ്പം തന്നെ മറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതോടൊപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഈ സ്ഥലങ്ങളിലെല്ലാം മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇത്തരത്തിലുള്ള പരിമിതികൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല പ്രതിഷേധങ്ങൾ പലയിടത്തുണ്ട്. രോഗികൾക്ക് മരുന്ന് കിട്ടാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇത്തരത്തിൽ അവശ്യ സാധനങ്ങളുടെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളടക്കം അതിൻ്റെ എല്ലാം ദൗർലഭ്യത നേരിടുന്നൊരു സാഹചര്യമുണ്ട്. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നു. നിപ്പയെ ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വർഷം തന്നെ 2ാം തവണയാണ് നിപ്പ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ ആരോഗ്യരംഗം താറുമാറാകുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഇതെല്ലാം ഈ മന്ത്രിയുടെ അടക്കം കെടുകാര്യസ്ഥതയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെച്ച് പോകണമെന്നൊരു ആവശ്യമാണ് ഇത്തരത്തിൽ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നടക്കമാണ് പ്രതിപക്ഷ പാർട്ടികൾ BJP അടക്കം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചുണ്ടാകും. രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ചുണ്ടാകും. അതോടൊപ്പം തന്നെ മന്ത്രിയെ വഴി തടയുന്ന അടക്കമുള്ള നടപടികളുണ്ടാകും. കരിങ്കൊടി കാണിക്കുന്ന രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളുണ്ടാകും. അനക്സിന് മുമ്പിൽ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലടക്കം പ്രതിഷേധങ്ങളുണ്ടാകും. എന്തായാലും മന്ത്രിയുടെ രാജി ആവശ്യം, മന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യം സംസ്ഥാനത്ത് ശക്തമാവുകയാണ്. വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം BJP അടക്കം കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്ന നിലപാടിലേക്കാണ് പ്രതിപക്ഷ സംഘടന അടക്കം എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ. ശരി പ്രശാന്ത്, രാജിയല്ലാതെ മറ്റൊരു
ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. നിലവിൽ ഈ സംഘടനകളെല്ലാം തന്നെ രാജിവെച്ചതിനു ശേഷം മറ്റ് നടപടികളിൽ കടക്കൂ എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും ഒരു നിലപാട് മറുപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയാകട്ടെ വിദേശത്തേക്ക് പോയ സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ ആരോഗ്യവകുപ്പിനെതിരായ ഈ പ്രതിഷേധം കടുക്കുന്നതിനിടെ CPM മുഖപത്രം വിമർശനവുമായി വന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവമെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗം പറയുന്നത്. മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ 9 വർഷം മുൻപ് അധികാരം നഷ്ടപ്പെട്ട അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങളെന്നും ന്യായീകരിക്കുന്നു. ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും വിമർശനം. പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ദേശാഭിമാനി പറയുന്നത്? വീണ, മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ലേഖനം ആരംഭിക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ എഡിറ്റോറിയലിൽ മുഖപത്രത്തിലെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത്. കാരണം സംസ്ഥാനം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. മികച്ച രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ താളം തെറ്റിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും നടക്കുന്നത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് ആണ് വാർത്തകൾ മെനയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കൂട്ടിരിപ്പുകാരിക്ക് മരണം സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPMന്റെ മുഖപത്രം ദേശാഭിമാനി എഴുതുന്നു. അതോടൊപ്പം ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഫേസ്ബുക്കിലൂടെ മരുന്ന് അവശ്യ സാധനങ്ങളിൽ, അതായത് ഇപ്പം ഫേസ്ബുക്കിലൂടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതും ഈ വിഷയങ്ങളെയെല്ലാം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യരംഗം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് സ്വകാര്യ കുത്തകമാരായിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി അവർക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് ഈ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷം മുമ്പ് അധികാരം നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടായവരുടെ കുതന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ദുശാഠ്യമാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് പിന്നിലെന്നാണ് ദേശാഭിമാനി പറയുന്നത്. മാത്രമല്ല ആരോഗ്യരംഗത്തെ ന്യായീകരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു, അതോടൊപ്പം തന്നെ VN വാസവനും വീണ ജോർജും അവർ നടത്തിയ പ്രസ്താവനകളടക്കം ന്യായീകരിക്കുന്നു. കാരണം ഇത് നേരത്തെ തന്നെ കൃത്യമായ ഇടപെടലുകൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മന്ത്രി VN വാസവൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും ഇതിലൊന്നും വീഴുന്നതല്ല സംസ്ഥാന ഭരണകൂടം, സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത്തരം കുപ്രചരണങ്ങളിലൊന്നും വീഴില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ന്യായീകരണവാദമാണ് നിരത്തുന്നത് CPMന്റെ മുഖപത്രം ദേശാഭിമാനി നിരത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുർപ്രചരണങ്ങളിലൊന്നും വീഴില്ല, തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ പ്രതിപക്ഷ സമരങ്ങളെയും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധങ്ങളെയെല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുഖപത്രം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. വാർത്തകൾ ഈ സർക്കാരിനെതിരായ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ നിലവിലെ സ്ഥിതിഗതികൾക്കെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ദേശാഭിമാനി ലേഖനത്തിലൂടെ എഴുതിയിരിക്കുന്നത്. മറ്റ് നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തായാലും ദേശാഭിമാനിയുടെ നടപടിക്കെതിരെയും അല്ലെങ്കിൽ ലേഖനത്തിനെതിരെയും പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ നിലവിലെ സംഭവവികാസങ്ങൾ കാണാതെയാണ് ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് എന്നടക്കമുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ ദേശാഭിമാനി മുഖപത്രവും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർക്കെതിരെയുമാണ് വിമർശനമായി ലേഖനം എഴുതിയിരിക്കുന്നത്. വീണ. ശരി പ്രശാന്ത്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പരാജയങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറ്റൊരു പിടിപ്പുകേട് കൂടി തുറന്നു കാട്ടുകയാണ് ജനം TV. സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിൽ കോടികൾ വെട്ടിക്കുറച്ചിട്ടും മൗനം പാലിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അർബുദ രോഗികളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നിരിക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ കേവലം പകുതി മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചത്. പദ്ധതി വിഹിതത്തിൽ ഗണ്യമായി കുറവുണ്ടായി എന്ന് ആരോഗ്യമന്ത്രി തുറന്നു സമ്മതിക്കുന്ന രേഖ ജനം TVക്ക് ലഭിച്ചു. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് ഒന്ന്, പക്ഷേ അനുവദിക്കുന്നത് മറ്റൊന്ന്, ചെലവാക്കുന്നത് മറ്റൊന്ന്. ഈ വൈരുദ്ധ്യം ആരോഗ്യരംഗത്ത് കൂടുതലായി കാണുന്നുണ്ട്. പക്ഷേ ഈ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടില്ല തന്നെ, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ രേഖകൾ പറയുന്നത് എന്താണ്?
തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു വാർത്ത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. കാരണം നിർധനരായ ഒരുപാട് അർബുദ രോഗികൾ ചികിത്സിക്കാൻ വഴിയില്ലാതെ നമ്മൾ സർക്കാർ ആതുരാലയങ്ങളെ തേടി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം RCC ഉൾപ്പെടെ. പക്ഷേ ഇവിടെയൊക്കെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സർക്കാരിന് പറ്റുന്നില്ല. ഒരു വശത്ത് നമ്പർ 1 കേരളം എന്ന് അവകാശപ്പെടുന്നു, അതോടൊപ്പം തന്നെ മറുവശത്ത് കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പ്രചരണങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിലേക്ക് പ്രചരണങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഒരു കണക്ക് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ, അതായത് 24-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ തിരുവനന്തപുരം RCCക്ക് മാത്രം 73 കോടി രൂപയാണ് നീക്കിവെച്ചത്. പക്ഷേ അത് റിവൈസ് ചെയ്ത് വന്നപ്പോൾ ലഭിക്കുന്നത് വെറും 36.5 കോടി രൂപ മാത്രമാണ്. ഇത് കൊച്ചിയിൽ ഇതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് കൊച്ചിയിലും മലബാറിലും ഉള്ളത്. അതായത് മലബാർ ക്യാൻസർ സെൻ്ററിന് വേണ്ടി 28 കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. അത് 14 കോടി രൂപ മാത്രമാണ് വന്നത്. കൊച്ചി ക്യാൻസർ സെൻ്ററിന് 14.5 കോടി രൂപ അനുവദിച്ചു. പക്ഷേ 9.3 കോടി രൂപ മാത്രമാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ പൊള്ളത്തരം കൂടിയാണ്. ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനം നടത്തുന്നു, പക്ഷേ ഇത് ഈ റിവൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പദ്ധതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത് ആരും അറിയുന്നില്ല. ബഡ്ജറ്റിൽ നോക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നു, അർബുദ രോഗികൾക്ക് കൈത്താങ്ങാകുന്ന സർക്കാർ എന്നൊക്കെ തന്നെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകുന്നു. പക്ഷേ ഇത് യഥാർത്ഥ തലത്തിലേക്ക് എത്തുമ്പോൾ, പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒന്നും പ്രയോജനം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. നമുക്കറിയാം കേരളത്തിലെ അർബുദ രോഗികളുടെ എണ്ണം അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ്, ശരവേഗത്തിലാണ് അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അർബുദ രോഗികൾക്ക് കൈത്താങ്ങാകേണ്ട സർക്കാർ ഇത്തരത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫണ്ട് കൂടി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലോ ഇത് വെട്ടിക്കുറയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ബഡ്ജറ്റിൽ തന്നെ ഇത് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ച കണക്കാണ്, നിയമസഭയിൽ വന്ന രേഖയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആധികാരികമായി നമുക്ക് പറയാനും പറ്റുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ നമ്മൾ ഓരോന്നായി ഓരോ ദിവസവും കണ്ടു വരികയാണ്. നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ രംഗം എത്രത്തോളം പ്രതിസന്ധി ഉണ്ട്, സിസ്റ്റം തകരാറിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓരോ വാർത്തകളിലൂടെ ഇങ്ങനെ പുറത്തു വരികയാണ്. വീണ. ശരി അരുൺ. പാലക്കാട്ടെ നിപ്പ ബാധിതയുടെ ബന്ധുവിനും പനി. 10 വയസ്സുള്ളൊരു കുട്ടിക്കാണ് പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടി ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം നാട്ടുകലിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനുമെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. യുവതിയുടെ വീടിന് പരിസരത്തെ മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകളുണ്ട്. ഇക്കാര്യം പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏകദേശം 1000 കണക്കിന് അധികം വവ്വാലുകൾ കൂട്ടമായി താമസിക്കുന്ന ഇടം ഇതിനു മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒന്നാണ്. അന്ന് തന്നെ ആരോഗ്യ മേഖലയിലെ DMO അതുപോലെ തന്നെ പഞ്ചായത്ത് മറ്റു സംവിധാനങ്ങളിലെല്ലാം ഈ വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അന്ന് വിചിത്രമായൊരു വാദമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിലവിലെ ആവാസ വ്യവസ്ഥിതി തകർക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഇന്ന് ഈ കേസ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള വീടിന് ചുറ്റുമായി ഏകദേശം 1000 കണക്കിന് വവ്വാലുകൾ കൂട്ടമായി കൊണ്ട് അവിടെ വസിച്ചു വരികയാണ്. ഇത് എല്ലാ കാലത്തേക്കുമായി നശിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ കാലത്തും ഈ നാട് ഭീതിയോടെയും വലിയ പ്രയാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2 വിഷയങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഒന്ന്, ഈ പാലക്കാട്ടെ നിപ്പ ബാധിതയുടെ ബന്ധുവിനും പനിയുണ്ട് എന്നുള്ളത്, ഈ പനി ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള ഒരു വിവരം എന്നാണ് ലഭിക്കുന്നത്? ഇപ്പോൾ എത്ര പേർ നിരീക്ഷണത്തിൽ ഉണ്ട്? ആ ഭാഗത്ത് മറ്റ് നിയന്ത്രണങ്ങളൊക്കെയും പിന്നെ ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത് വിവരങ്ങൾ. വീണ, ഈ പാലക്കാട് നിപ്പ ബാധിച്ചിട്ടുള്ള യുവതിക്ക് നിപ്പ ബാധിതയുമായി ബന്ധപ്പെട്ട് 98ഓളം ആളുകളാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിൽ തന്നെ 58 പേർ ഈ നിപ്പ ബാധിച്ച
യുവതിയുടെ പ്രൈമറി കോൺടാക്ട് ലിസ്റ്റിലുള്ളവരാണ്. അതിലെ ഒരാൾക്കാണ് ഇപ്പോൾ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരു കുട്ടിക്കാണ്, 8 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പനി ബാധിച്ച് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിപ്പ ബാധിച്ചിട്ടുള്ള യുവതിയുടെ ബന്ധുവാണ് ഈ കുട്ടി എന്നുള്ളതാണ്. ഏതായാലും പ്രദേശത്ത് ജാഗ്രത തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിട്ട് 6ഓളം വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടേക്ക് അവശ്യ സർവീസുകളും അതുപോലെ തന്നെ കടകമ്പോളങ്ങളൊക്കെ തുറക്കുന്നതിനും മറ്റുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച നിയന്ത്രണങ്ങളെ കുറിച്ചും മറ്റും വാർത്താ സമ്മേളനം നടത്തി പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്കായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ നിപ്പ ബാധിച്ച നട്ടുകൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വനമേഖല പോലെയുള്ള പ്രദേശമാണ്, കൂടുതൽ റബ്ബർ മരങ്ങളും മറ്റൊക്കെ ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഈ വവ്വാലുകൾ വലിയ രീതിയിലുണ്ട്. മരങ്ങളിലാണ് ഈ വവ്വാലുകൾ കൂട്ടമായിട്ട് പലയിടത്തും കാണാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്ന വവ്വാൽ കൂട്ടം അത് കഴിഞ്ഞ കുറച്ച് കാലമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായിട്ട് പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഈ പഞ്ചായത്ത് അധികൃതരുടെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ അവർ അതിനെ കാര്യമായി ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ അതൊരു ജീവിയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുകയായിരുന്നു അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചെയ്തത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു യുവതിക്ക് ഇങ്ങനെ രോഗം ബാധിക്കാനുണ്ടായ കാരണം അത് ആ വവ്വാലുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ ഒക്കെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അവിടെ നിന്നും ഈ വവ്വാലുകളെ നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഒരു ചിലപ്പോൾ ഇത്തരത്തിൽ ഈ യുവതിക്ക് അസുഖം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ആരോഗ്യ പ്രവർത്തകർ ഈ പ്രദേശത്ത് എത്തി അവിടെ പരിശോധനകളും മറ്റുമൊക്കെ ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി അവിടെയുള്ള 6 വാർഡുകളാണ്. ആ 6 വാർഡുകളിലും വിശദമായിട്ട് പരിശോധന അവർ നടത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. കാരണം ഇതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇവർക്ക് ഈ രോഗം ലഭിച്ചത് എന്നുള്ളത് ഏതായാലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ മുൻപ് ഏതെങ്കിലും ആളുകൾക്ക് രോഗബാധയുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുമായി ആളുകൾ ചികിത്സ തേടിയിരുന്നോ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ പനിയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആരോഗ്യ സംഘം പരിശോധിക്കുക. ആ പരിശോധനയിലൂടെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഏതായാലും നേരത്തെ വീണ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നിപ്പ ബാധിച്ച പാലക്കാട്ടെ ആ യുവതി 38-കാരിയുടെ ബന്ധുവായ ഒരു 8 വയസ്സുകാരിക്ക് കൂടി ഇപ്പോൾ രോഗബാധ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പനി ബാധിച്ചിരിക്കുന്നു. ആ പനി ബാധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ കൂടി മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പ്രദേശത്ത് വവ്വാലുകൾ വലിയ രീതിയിലുണ്ട്. അതുതന്നെയാണ് ഈ രോഗബാധയ്ക്ക് കാരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ആരോപിക്കുന്നത്. മുൻപ് കൃത്യമായ നടപടി എടുത്തിരുന്നില്ല പരാതിപ്പെട്ടിട്ടും എന്നുള്ള ഒരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ശരി അരുൺ. ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 31 വർഷം. കലർപ്പില്ലാത്ത ഭാഷയ്ക്കും നാട്യങ്ങളില്ലാത്ത കഥാപാത്രങ്ങൾക്കും ഇന്നും നിത്യയൗവനം. കാലം ഇത്ര കഴിഞ്ഞിട്ടും ആസ്വാദകരുടെ മനസ്സിൽ ചാരുകസേരയിൽ ചാഞ്ഞിരിപ്പുണ്ട് എഴുത്തിന്റെ സാമ്രാജ്യം തീർത്ത സുൽത്താൻ. ഗുത്തിനഹാലിട്ട ലിട്ടാപ്പോ. ഐഷ കുഞ്ഞുപാത്തുമ്മയ്ക്ക് പാടിക്കൊടുത്ത വരികളുടെ പൊരുൾ ഇതാ ഈ മാങ്കോയിസ്റ്റിന് മാത്രം അറിയാം. ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും അറിയാത്ത രഹസ്യം. ഈ തണലിനു താഴെ ചാരുകസേരയിൽ ചാഞ്ഞിരുന്ന് സുലൈമാനി ഊതി കുടിച്ചാണ് ബേപ്പൂർ സുൽത്താൻ ഇക്കണ്ട കഥാപ്രപഞ്ചത്തിലെ അധികവും സൃഷ്ടിച്ചത്. ചാമ്പയ്ക്ക് പെറുക്കാനെത്തിയ പെൺപടയും ഭൂമിയുടെ അവകാശികളായെത്തിയ ചിത്രശലഭവും കാക്കയും പാമ്പും പഴുതാരയുമൊക്കെ വാണിടം ഇവിടെയാണ്. വൈലായിൽ വീട്ടിലെ മുക്കും മൂലയും നിറയെ കഥാപരിസരങ്ങളാണ്. വാതിലുകളും ജനലുകളും തുറന്നാൽ കാണാം നിറയെ കഥയും കഥാപാത്രങ്ങളും. ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായ അസുലഭ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ച് സാറാമയും കേശവൻ നായരും ഇവിടെ തന്നെയുണ്ട്. മാധവനും സുഹറയ്ക്കും ഇന്നും പ്രണയിച്ച് കൊതി തീർന്നിട്ടില്ല. അബ്ദുൾ ഖാദറും കുഞ്ഞിപ്പാത്തുമ്മയും ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂഞ്ഞും നാരായണിയുമൊക്കെ വായനക്കാരന്റെ കണ്ണിലൂടെ നിത്യ യൗവനത്തോടെ ഇന്നും ജീവിക്കുകയാണ്.
ഉറ്റവരും ഉടയവരും തന്നെയായിരുന്നു സുൽത്താന കഥാപാത്രങ്ങൾ. നമ്മൾ അറിഞ്ഞ മുഖങ്ങളിൽ പലതും ഇന്നും ചുറ്റുമുണ്ട്. പാത്തുമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മായിയല്ലേ. എൻ്റെ അമ്മായി നേരിട്ട് കാണുമ്പോൾ എൻ്റെ അമ്മായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എന്നെ എങ്ങനെ സൽക്കരിക്കണമെന്ന് അറിയാതെ അവരിങ്ങനെ ഓടും, ഇങ്ങനെ തലയിൽ പറമ്പിലൊക്കെ പോകുമ്പോഴേ. മറ്റേ ഖദീജ അനീസ് വന്നേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ എങ്ങനെയാണ് എൻ്റെ ആങ്ങളയുടെ മകനെ സൽക്കരിക്കാൻ എനിക്ക് സന്തോഷം കാണാൻ തോന്നുന്നത്. ഈ ഒരു കഥാപാത്രം ആയിരുന്നല്ലോ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അബുവിനെ കണ്ടിട്ടുണ്ട്. അബു ഒരു കഥാപാത്രമാണല്ലോ. ഈ മറ്റേ ഇവൻ ലേശം ലെഫ്റ്റാണ് എന്ന് പറയുന്നത് അബു. പിന്നെ ചട്ടുകാലനെ കണ്ടിട്ടുണ്ട്, അബ്ദുൽ ഖാദർ കൊച്ചാപ്പ. പിന്നെ ഹനീഫ, പട്ടാളക്കാരൻ ഹനീഫയെ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങൾ ഷാഹിനയെ കണ്ടിട്ടുണ്ട്. ഷാഹിന കഥാപാത്രമാണല്ലോ മന്ത്രിയെ പൂച്ചയിലെ. അങ്ങനെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് ഞാൻ കുറേ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കഥാപാത്രങ്ങളൊന്നും ഈ കഥയിലെ സന്ദർഭങ്ങളായിട്ട് നമുക്കൊരിക്കലും യോജിച്ച് നിർത്താൻ കഴിയില്ല. കഥ വേറെ, ജീവിതം വേറെ. കഥയായതിലും കഥാപാത്രമായതിലും അത്രമേൽ സന്തോഷമാണിവർക്ക്. ഇന്നും വായിക്കപ്പെടുമ്പോൾ, മനം നിറഞ്ഞ് സ്വീകരിക്കപ്പെടുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും. കൂട്ടി വായിക്കാൻ അറിയുന്ന കാലത്ത്, പൂമ്പാറ്റയൊക്കെ വായിക്കുന്ന കാലത്ത്, അന്നൊക്കെ ഈ ആനവാരി മുൻകുരിശും സ്ഥലത്തെ പ്രധാന ദിവ്യരും ആനപ്പൂടെയൊക്കെ വളരെ ഹരം തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുതിർന്ന് വന്നപ്പം അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ച് പിന്നെ മറ്റുള്ളവരുടെ കഥകൾ വായിക്കാം. എസ്.കെ. പൊറ്റക്കാടിൻ്റെയും എം.ടിയുടെയൊക്കെ കഥകൾ വായിച്ച് വരുമ്പോൾ ഞാൻ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് മനസ്സിലായി, ചാറ്റ എഴുതിയിരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊന്നുമല്ല സാഹിത്യം, ഇതൊക്കെ വെറും പൈങ്കിളി. സാഹിത്യം എന്ന് പറഞ്ഞാൽ എം.ടിയും എസ്.കെയും ഒ.വി. വിജയനൊക്കെ എഴുതുന്നതാണ്. പിന്നീട് തുടർന്ന് വായിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇത് ഒരു റിവേഴ്സ് വായന. അതായത് നമ്മളെ സ്ഥലത്തെ പ്രധാന ദിവ്യനൊക്കെ നമ്മൾ തിരിച്ച് വായിക്കുകയാണ്. 5 വയസ്സിൽ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന, മലയാളം കൂട്ടി വായിക്കാൻ അറിയുന്ന കുട്ടികൾ മുതൽ ഇങ്ങ് വൃദ്ധർ വരെ ഉള്ള ആൾക്കാർക്ക് ഒരേ കഥ പല പ്ലാറ്റ്ഫോമിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലധികം ആൾക്കാർക്ക് സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. യാത്ര പറഞ്ഞിറങ്ങാൻ കഴിയില്ല സുൽത്താനോടും കഥാപ്രപഞ്ചത്തോടും. ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് നാട്യങ്ങളില്ലാതെ, ഭാഷയുടെ കലർപ്പില്ലാതെ കഥയും കഥാപാത്രങ്ങളും. കാലം ഏറെ മാറിയെങ്കിലും കഥകൾ ഏറെ പറയുവാനുണ്ട് വൈലായിലെ ഈ മാംഗോയിസ്റ്റിന്. അനുഭവങ്ങളുടെ മഴയും വെയിലും നനഞ്ഞ് ബേപ്പൂർ സുൽത്താൻ ഇവിടെ നിന്നാണ് കഥകളുടെ പ്രപഞ്ചം തീർത്തത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. 30 വർഷത്തിലേറെയായിട്ടും പാലം എന്ന സ്വപ്നത്തിനു മുന്നിൽ അധികാരികൾ കണ്ണടച്ചതോടെ ദുരിതയാത്രയുമായി കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് പന്നിയോട്ടെ അംബേദ്കർ കോളനി നിവാസികൾ. പതിറ്റാണ്ടുകളായി നാട്ടുകാർ സഞ്ചരിക്കുന്നത് ഇവർ തന്നെ ഉണ്ടാക്കിയ മരപ്പാലത്തിലൂടെയാണ്. രോഗികളടക്കം ഉന്തുവണ്ടിയിൽ ഇതുവഴി പുറം ലോകത്തേക്ക് എത്തിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. പേടിയുണ്ട്. വെള്ളം കൂടുതലായെങ്കിൽ ഇതിൽ കൂടെ പാലത്തും കൂടെ വരാൻ പേടിയാണ്. അന്ന് മഴ പെയ്ത് ഉരുൾ പൊട്ടിയാലോ ഈ പാലം ഒലിച്ചാലോ 2 ആഴ്ചയായിട്ട് നമ്മൾ ലീവ് എടുത്തിരുന്നു ഇവിടെ. ഒരു പാലത്തിനായി നടന്ന് ചെരുപ്പ് തേഞ്ഞു. പറഞ്ഞ് തൊണ്ടയിലെ വെള്ളവും പറ്റി. ഇന്ന് തരാം നാളെ തരാമെന്ന വാഗ്ദാനങ്ങൾ മുറ പോലെയുണ്ടായി. പക്ഷേ പന്നിയോട്ടെ ആളുകൾക്ക് പാലം മാത്രം ലഭിച്ചില്ല. ഇന്നും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരുമെല്ലാം ജീവനും കയ്യിൽ പിടിച്ച് ഇവരുണ്ടാക്കിയ ഇതേ മരപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഈ വലിയ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പാലം ഇവിടെ കാണില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇന്ന് കണ്ടല്ലേ, കാരണം വെച്ചാൽ ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. പേടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ പേടിയാണ്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണുള്ളത് ഒന്നും അറിയുന്നില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും രോഗം കിട്ടിക്കഴിഞ്ഞാൽ പോകാനും പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പാലം എങ്ങനെ ആയതുകൊണ്ട് ഇതെല്ലാം ഒടിഞ്ഞു പോയിട്ടില്ല. ചില സമയത്തെല്ലാം പല ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം പാലം പോയിട്ട് ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ ഉന്തുവണ്ടിയിൽ അക്കരെ കടത്തേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. അസുഖം വന്നു കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകുക തന്നെയാണ്. ഇതിലൂടെ പോകാനും കാരണം പാലത്തമ്മല 2 ആൾക്ക് പോലും എടുത്തിട്ട് പോകാൻ അങ്ങനെ ആകാത്തൊരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അർബാനിലാണ് നമ്മളതിൻ്റെ മുകളിൽ 3 പേരുന്തി കൊണ്ടുപോയത്. ഇനിയെങ്കിലും അധികാരികൾ കൺതുറന്ന് അതൊന്ന് കണ്ട് പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
മഴക്കാലത്ത് പാലം ഒലിച്ചുപോയാൽ ഇവരുടെ പുറം ലോകവുമായുള്ള ബന്ധം തന്നെ ഇല്ലാതാകും. പരാതി പറഞ്ഞ് മടുത്തതോടെ തങ്ങളും മനുഷ്യരാണ് എന്ന് ഓർക്കണം എന്ന് മാത്രമാണ് ഇവർക്ക് അധികാരികളോട് പറയാനുള്ളത്. ജനം, കണ്ണൂർ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി. തിരുവനന്തപുരം വർക്കല സ്വദേശി സജീവ് ഗോപാലനും ഭാര്യ ദീപയും ഉൾപ്പെടെ 4 പേർക്കെതിരെ ഞെക്കാട് സ്വദേശിയായ ശ്രീകുട്ടിയാണ് പരാതി നൽകിയത്. തൊഴിൽ വിസയ്ക്കായി വീടും സ്ഥലവും പണയപ്പെടുത്തിയ കുടുംബം ഇപ്പോൾ ജപ്തിയുടെ വക്കിലാണ്. നിരവധി തവണ പോലീസിനെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ശ്രീകുട്ടിയുടെ ആരോപണം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിസ തട്ടിപ്പിനിരയായിരിക്കുകയാണ് വർക്കല വടശ്ശേരിക്കോണം സംഗീതാ ഭവനിൽ ശ്രീകുട്ടിയും അമ്മയും. വീടും സ്ഥലവും പണയപ്പെടുത്തിയാണ് വർക്കലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ സജീവ് ഗോപാലൻ, ഭാര്യ ദീപ, മകൾ രാധു, സുഹൃത്ത് ബൈഷി എന്നിവർക്ക് ശ്രീകുട്ടി പണം നൽകിയത്. ഇതോടെ ഇവർ ജപ്തി ഭീഷണിയിലാണെന്ന് ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നു. ഈ വീട് പോയി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ ഒരിടവും ഇല്ല. നിങ്ങൾ ഇത് എങ്ങനെ ഞങ്ങൾക്ക് ഒരു സഹായം വേണ്ടി തരണം. മോള് മാത്രമാണുള്ള എനിക്കൊരു ആശ്രയം. മോളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്ക് ഒന്നും നേടാൻ പറ്റൂല. ഈ വീടില്ലെങ്കിൽ ഞങ്ങൾ ആരും പിടിച്ചണയ്ക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമാണ്. MBA യോഗ്യതയുള്ള ശ്രീകുട്ടി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നത് മുതലെടുത്ത് സുഹൃത്തായ ബൈഷിയാണ് സജീവ് ഗോപാലനെ പരിചയപ്പെടുത്തിയത്. സജീവ് ഗോപാലന്റെ മകൾ UK-യിലാണെന്നും അവിടേക്ക് ജോലിക്ക് വിസ നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ശ്രീകുട്ടിയെയും കുടുംബത്തെയും തട്ടിപ്പിനിരയാക്കിയത്. ഞാൻ 2023 ഇവരെ പരിചയപ്പെടുന്നത്. 2023 മാർച്ച് 1 ലോൺ സാങ്ഷൻ ആവുന്നത് വർക്കല കേരള ബാങ്കിൽ നിന്നാണ്. 10 ലക്ഷം രൂപയാണ്. എൻ്റെ പ്രോപ്പർട്ടിയുടെ പേർപ്പസും എനിക്ക് UK-യിൽ വിസ തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുന്നതും ഒക്കെ. ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ബൈഷിയാണ് എന്നെ ഈ സജീവ് ഗോപാലിനെ ഭാര്യ ദീപ, സജീവിനെയും മകൾ രാധുവിനെയും പരിചയപ്പെടുത്തുന്നത്. ഇവരാണ് എനിക്ക് വിസ തരാമെന്ന് പറഞ്ഞ് എന്നോട് 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എനിക്ക് കൊടുക്കാനായിട്ട് പേയ്മെൻറ്റ് ഇല്ലാത്ത കാരണം എൻ്റെ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. വിസയ്ക്ക് 10 ലക്ഷം രൂപ ആവശ്യമാണെന്നറിയിച്ചപ്പോൾ വീടും വസ്തുവും ഈടുവെച്ച് വായ്പ എടുത്ത് നൽകാൻ ശ്രീകുട്ടി ശ്രമിച്ചു. എന്നാൽ സിവിൽ സ്കോർ ഇല്ലെന്ന് പറഞ്ഞ് സജീവ് തൻ്റെ പേരിൽ വായ്പ എടുക്കാമെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു. വായ്പ എടുത്ത് നൽകിയ തുക തൻ്റെ സമ്മതമില്ലാതെ സജീവ് പിൻവലിച്ചെന്നും വായ്പ തിരിച്ചടയ്ക്കുന്നില്ലെന്നുമാണ് പരാതി. എൻ്റെ വീടിന് ഇത്രയും എമൗണ്ട് കിട്ടില്ല. അപ്പോൾ അയാളുടെ ITRൻ്റെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് വർക്കല കേരള ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അയാളുടെ പേഴ്സണൽ ലോണായിട്ടാണ് എടുത്തേക്കുന്നത്. ഈ പൈസ കിട്ടിയതിന് ശേഷം അയാളുടെ പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അഥവാ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർ ചീത്ത വിളിക്കുകയും ബഹളങ്ങളൊക്കെ ആയി. അതിനു മുന്നേ എനിക്കൊരു 500 രൂപ പത്രത്തിൽ എനിക്കൊരു എഗ്രിമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 2023 ജൂലൈ 30-നുള്ളിൽ എന്നെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ച് എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫും എന്നെ ഈ പരിചയപ്പെടുത്തിയ ബൈഷിയാണ് സാക്ഷികളായിട്ട് ഒപ്പിട്ടേക്കുന്നത്. വായ്പ തുടർച്ചയായി കുടിശ്ശികയായതോടെ വർക്കലയിലെ കേരള ബാങ്ക് തുടർ നടപടികളിലേക്ക് നീങ്ങി. വീടും സ്ഥലവും നഷ്ടമാകുമെന്ന് ബാങ്ക് പരസ്യം കണ്ടതോടെ തട്ടിപ്പിനിരയായ ശ്രീകുട്ടി വർക്കല പോലീസിനും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വർക്കല സ്റ്റേഷനിൽ അന്ന് ഹക്കിം എന്ന് പറഞ്ഞൊരു സാറായിരുന്നു അവിടെ SI ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തിട്ട് ഇദ്ദേഹം എൻ്റെ കേസ് എടുക്കാനായിട്ട് തയ്യാറായില്ല. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ സജീവ് ഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റേഷനിലുണ്ട്. അദ്ദേഹം സജീവ് ഗോപാലിനോട് ചേർന്നിട്ട് എന്നെ അവിടെ വെച്ച് ഒരുപാട് ഹറാസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നെ ഭീഷണിപ്പെടുത്തി സിവിൽ കേസിന് പോയേ പറ്റുള്ളൂ, നീ എൻ്റെ അടുത്ത് വെച്ചിട്ടാണോ നീ കേസ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് മാനസികമായിട്ടപ്പം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇദ്ദേഹം ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഹക്കിം സാർ പോയിട്ട് പുതിയ SHO വന്നു, അഭിഷേക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അദ്ദേഹത്തിനെയും കാണാൻ പോയി. ഇതേ പരാതിയായിട്ട് എനിക്കിങ്ങനെ സാമ്പത്തികമായിട്ട് എനിക്ക് വിസ തരാമെന്ന് പറഞ്ഞ് തട്ടിച്ച് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിച്ചു, എന്നെ ചീത്ത വിളിച്ചു, അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെ കേസ് എടുക്കാൻ തയ്യാറായില്ല, രണ്ടാമത്തെ ആളും. അത് കഴിഞ്ഞ് ഞാനൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അതിന് റെസീറ്റ് തന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കാൻ ഉത്തരവ് നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ആകെയുള്ള കിടപ്പാടം കൂടി നഷ്ടപ്പെട്ടാൽ അസുഖബാധിതയായ അമ്മയുമായി എങ്ങോട്ടു പോകുമെന്നറിയാതെ നിൽക്കുകയാണ് ശ്രീകുട്ടി. ജനം, തിരുവനന്തപുരം. ഡാർക്ക് വെബിലൂടെയുള്ള ലഹരി വിൽപ്പന പ്രതികൾ ആസൂത്രണം ചെയ്തിരുന്നത് ഹൈറേഞ്ചിൽ താമസിച്ചായിരുന്നുവെന്ന് അന്വേഷണ സംഘം. അറസ്റ്റിലായ 4 പ്രതികളും പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന ആസൂത്രണം ചെയ്തിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ശൃംഖലയിലെ മറ്റു ചിലരെ കൂടി NCB ഉടൻ അറസ്റ്റ് ചെയ്യും.
നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി വെളിച്ചത്ത് വരുന്നു? വീണ, കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഡാർക്ക് വെബിലെ നീക്കങ്ങളെങ്കിൽ പോലും ഇതിൻ്റെ ഗൂഢാലോചന നടന്നത്, പ്രത്യേകിച്ച് ഗൂഢാലോചനയല്ല, ഇതിൻ്റെ ആസൂത്രണം നടന്നത് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചാണ്. പ്രധാനമായും എഡിസന്റെ സുഹൃത്തായ ഡിയോളിൻ്റെ പാഞ്ചാലിമേട്ടിലുള്ള റിസോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഇതിൻ്റെ വലിയ വിൽപ്പനയുടെ ആസൂത്രണം നടന്നത്. ഈ വിൽപ്പനയുടെ വിതരണക്കാരുടെ ശൃംഖലയിൽപ്പെട്ട 4 പേരെ കൂടെ ഉടൻ തന്നെ NCB സംഘം അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. ഇവരെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ NCBക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ശൃംഖല തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽപ്പെട്ട നിരവധി പേർ ഈ ഡാർക്ക് വെബ് ശൃംഖലയിൽ പെട്ടിട്ടുണ്ട് എന്ന NCB സംഘത്തിന് നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എഡിസന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ പാഞ്ചാലിമേട്ടിലുള്ള ഡിയോളിൻ്റെ റിസോർട്ടിലും ഒരേ സമയം റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നും പല വസ്തുക്കളും, ലഹരി വസ്തുക്കൾ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. കെറ്റാമലോണിൽ രാജ്യാന്തര ലഹരിമരുന്ന് ശൃംഖലയുമായി കൂടുതൽ ബന്ധമുണ്ട്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളുണ്ട്. ഇവർ എറണാകുളം, ഇടുക്കി ജില്ലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മെഴ്സിഡസ് കാർ ബെൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എഡിസൺ ഈ ജോലി ഉപേക്ഷിച്ചാണ് ഈ ലഹരി മരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇയാളുടെ സുഹൃത്താണ് ഡിയോൾ. എഡിസന്റെ സുഹൃത്ത് ഡിയോൾ വഴിയാണ് എഡിസൺ ഈ ലഹരി മരുന്ന് ശൃംഖലയിൽ എത്തിപ്പെട്ടതെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഡാർക്ക് വെബിൽ ലോഗിൻ ചെയ്യുന്ന ഇടപാടുകാർ നേരിട്ട് കെറ്റാമലോണുമായാണ് ഇടപാട് നടത്തുന്നത്. എങ്കിലും ചില ആളുകൾക്ക്, പരിചയക്കാർക്ക്, വിശ്വസ്തരായ ഇടപാടുകാർക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും അനുവദിച്ചിരുന്നു. കാർട്ടിൽ നേരിട്ടാണ് എഡിസൺ ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ലഹരി മരുന്ന് ശൃംഖലയിലെ വിതരണക്കാരായ 4 പേരെ ഉടൻ തന്നെ NCB സംഘം അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. വീണ. ഓക്കെ, ശരി നിഷ. യാത്രയിൽ ആരെയും ആകർഷിക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് വയനാട്ടിൽ. ബത്തേരി നമ്പിക്കൊല്ലിയിലാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഉള്ളത്. പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ ചൂടി സുന്ദരിയായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിൽപ്പ്. സാധാരണ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്പിക്കൊല്ലിയിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ചുറ്റും വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ വഴി യാത്ര ചെയ്യുന്ന ആരുമൊന്ന് ഇവിടേക്ക് നോക്കിപ്പോകും. പൂക്കൾ നിറഞ്ഞ ഈ കാത്തിരിപ്പ് കേന്ദ്രം അത്ര മനോഹരമാണ്. പ്രദേശവാസിയായ ജോയി 12 വർഷം മുമ്പാണ് വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിൽപ്പെട്ട പടർന്നു കയറുന്ന ഈ ചെടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നട്ടത്. പിന്നീട് നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും എല്ലാം ചേർന്ന് പരിപാലിച്ചു. ഇപ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ പടർന്നു കയറി മനോഹരമായ പൂക്കൾ വിടർത്തി നിൽക്കുകയാണ് ഈ ചെടി. നമ്മുടെ ഇതേ സമയത്ത് നല്ല മനോഹരമായിട്ട് പൂത്ത് വെക്കും. ഇതിന്റെ ആൽബം പിടിക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്പിക്കൊല്ലിന്റെ ഒരു ഐഡന്റിറ്റി ആയി മാറി ഇപ്പോൾ ശരിക്കും. വളരെ മനോഹരമായി. പിന്നെ ഇത് ഞങ്ങൾ വൃത്തിയായിട്ട് ഈ പരിസരവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കടക്കാരും വണ്ടിക്കാരെല്ലാം കൂടി വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കൊല്ലം നല്ല വെട്ടി വൃത്തിയാക്കി നിർത്തും. തൂങ്ങി നല്ലോണം ഇറങ്ങും. ഈ പൂവം കൊഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ തളിയിൽ വന്ന് നല്ലോണം താഴേക്ക് ഇറങ്ങും. അപ്പോൾ വെട്ടി നല്ല വൃത്തിയാക്കിയൊക്കെ നിർത്തുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഡ്രൈവർമാരും ആ കടക്കാരൊക്കെ ഉണ്ട് ചേർന്നിട്ടാണ്. ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ ചെടി പടർന്നതിനാൽ വേനലിൽ നല്ല തണുപ്പും ഇവിടെ ലഭിക്കും. ഇതുവഴി യാത്ര ചെയ്യുന്നവർ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയും ഇതിനു മുന്നിൽ നിന്ന് സെൽഫി എടുത്തുമാണ് യാത്ര തുടരാറ്. ജനം, വയനാട്. ഇന്ന് ജനം കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. ജനം കുടുംബത്തിലെ ഓൺലൈൻ വിഷ്വൽ എഡിറ്ററും PCR ഇൻചാർജുമായ അരുൺ LSന്റെ പിറന്നാളാണ് ഇന്ന്. അരുൺ LSന് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളും ഇനിയും ഈ വാർത്തകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് PCR സജീവമായി അരുണുണ്ട്. പിറന്നാൾ ദിനത്തിലും കർമ്മനിരതനായ അരുണിന് എല്ലാവിധ ഭാവങ്ങളും ഒന്നുകൂടി നേരുകയാണ്. ഇതിനുശേഷം ചിലവിലേക്ക് കടക്കും.
എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഇനിയിപ്പോൾ പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുകയാണ്. ചെറിയ ഇടവേളയുണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സിലേക്ക് സജീവമായ മറ്റൊരു വാർത്താ ദിനത്തിലേക്ക് കൂടി കടക്കുകയാണ്. നമസ്തേ.